ഗഫൂർ സർ തുടങ്ങല്ലേ സർ? ടീച്ചർ ശരി. ഗുഡ് ഈവനിങ്. ടീച്ചറെ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം സർ, കേൾക്കാം സർ. സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങള് CUT-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. നിങ്ങൾക്ക് ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതേപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പൊ ഈ യൂണിറ്റ് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചതാണ് എങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഈ യൂണിറ്റിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം HC ഈസ്റ്റഡ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഒരു ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിനെ കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, there will be a magnetic field around a current carrying conductor. അപ്പോ ഈ ഒരു ചാർജ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിനെ കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് അറിയാം. നമുക്കറിയാം ഒരു ചാർജിനെ പിടിച്ച് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു F is equal to നമുക്കറിയാം Q into E ആണ്. പക്ഷെ ഒരു ചാർജ് Q എന്ന് പറഞ്ഞ ചാർജ് V എന്ന് പറഞ്ഞ സ്പീഡിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഈ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to Q into V cross B ആണ്. Q into V cross B. അപ്പൊ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? V cross B യുടെ അതേ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ എന്താണ് V cross B യുടെ ഡയറക്ഷൻ? വിക്കും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും V cross B ഉണ്ടാവുക. അപ്പൊ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ വിക്കും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. B എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ്. B എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഈ 2 ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അഥവാ മൂന്നാമതൊരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുക. പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതോ when a charge Q is placed and electric field E, the direction of force is in the direction of electric field, but the magnetic force is perpendicular to V and B. So when a charge is moving in crossed electric and magnetic field, that means if electric and magnetic fields are mutually perpendicular, there will be 2 forces, that is electric Lorentz force and magnetic Lorentz force, that is given by F is equal to Q into E plus V cross B. ഇതാണ് ലോറൻസ് ഫോഴ്സ് അറിയപ്പെടുന്നത്. അപ്പൊ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും അതേപോലെ തന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും. അപ്പൊ ഇതിൽ നമുക്ക് ചാർജിന്റെ ഡിഫറെന്റ് കേസസ് നോക്കാം. ഒന്ന്, ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് റെസ്റ്റിലാണെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ്? V is equal to 0 ആയിരിക്കും. അതുകൊണ്ട് F is equal to 0 ആയിരിക്കും. That is no force acts on a charge if it is at rest in the magnetic field. Next case, when theta is equal to 0 or 180 degree, that is if the charge is moving parallel to the magnetic field, that is theta is equal to 0. When theta is equal to 0, sin theta is equal to 0, therefore force equal to 0. That is the charge particle moves without any deviation if it is moving parallel to the magnetic field. Is it clear? Then next, ഈ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ നമുക്കറിയാം ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്തായിരിക്കും? ഒരു സർക്കുലർ പാത്തിലായിരിക്കും particle move ചെയ്യുന്നത്. So when the particle is moving perpendicular to the magnetic field, it follows a circular path. Okay, and you can find the radius of the circular path R is equal to mv divided by qb. Circular path ന്റെ radius ആണ് R is equal to mv divided by qb എന്നത്. ഇനി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു മറ്റൊരു ആംഗിളിലാണെങ്കിൽ in any angle other than 0 or 90 degree or in between 0 and 90 degree, then the particle follows
you know the particle is the path is helix. Okay, helix നമുക്കറിയാം ഒരു ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് ഈ പാത്താണ് ഹെലിക്സ്. ഒരു സ്പ്രിങ്ങിന്റെ മുകളിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഇരിക്കും ഈ പാത്ത്. ഓക്കെ, അപ്പൊ ഈ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് പിച്ച് ഓഫ് ദി ഹെലിക്സ്. പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനാണ് എന്താ പറയുന്നത് പിച്ച് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് പിച്ച്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് when it completes one revolution, and we can find the pitch by using the expression P is equal to 2 pi mv cos theta divided by qb. Okay, അപ്പോൾ ഇവിടെ നിന്നുള്ള ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ടിക്കിള് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത്? When the particle is moving perpendicular to the magnetic field, and you know, to move a particle along a circular path, there should be a centripetal force, and magnetic Lorentz force is the necessary centripetal force. Connect mv square by r is equal to qvb, and you will get the expression for the radius r is equal to mv divided by qb. Okay, and you can find the frequency of sir board clear alla. ഗഫൂർ സാർ മ്യൂട്ട് ആണല്ലോ. ഗഫൂർ സാർ കേൾക്കാം. കേൾക്കുന്നില്ലേ? ആ കേൾക്കാം. കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് തോന്നുന്നു ബോർഡ്. സ്ക്രീന് കാണുന്നില്ലേ? സ്ക്രീന് കാണാം, പക്ഷെ അതിനകത്ത് പിക്ചറൊക്കെ വരുമ്പോഴേ അല്ല സ്ക്രീൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ലൈറ്റ് ബോർഡിലായി ഇപ്പൊ കുറച്ച് ക്ലിയർ ഉണ്ട്. ഞാൻ പ്രസന്റ് ചെയ്ത സ്ക്രീനെ കാണുന്നത് ചെയ്തിട്ടല്ലേ ടീച്ചറെ? കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മൾ പറഞ്ഞത് ഹെലിക്സിന്റെ പിച്ചാണ്. പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് പാർട്ടിക്കിൾ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുമ്പോഴേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് പറയുന്നത്. പിച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് mv cos theta divided by. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെലോസിറ്റി സെലക്ട്. വെലോസിറ്റി സെലക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീം ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ ചാർജ് പാർട്ടിക്കിളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത പാർട്ടിക്കിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയും. വെലോസിറ്ററിൽ ഉപയോഗിക്കുന്ന ഇതാണ്. ഇറ്റ് യൂസസ് എ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ രണ്ട് ഫീൽഡുകൾക്കും പെർപെൻഡിക്കുലർ ആയിട്ട് പാർട്ടിക്കിൾ എൻട്രി. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് പാർട്ടിക്കിളിന്റെ ഏത് വെലോസിറ്റിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആ വെലോസിറ്റി v is equal to e by t
Gafur sir. Farida. ആ റേഞ്ച് പ്രശ്നം തോന്നുന്നു അല്ലെ? അയ്യോ. ഫുൾ പ്രജിത് sir കയറിയിട്ടുണ്ടോ? ഹലോ ഹലോ സർ. ഹലോ സർ. കേൾക്കാം കേൾക്കാം. ഓക്കെ. ചെറിയൊരു റേഞ്ച് സൈക്ലോട്രോണിന്റെ കൺസ്ട്രക്ഷൻ 2 ഡീസ് ആണ് ഉള്ളത്. ഡീസ് സെമി സർക്കുലർ മെറ്റാലിക് സിലിണ്ടറിക്കൽ ചേമ്പേഴ്സ് ആണ്. ഈ ചേമ്പറിന്റെ ഉള്ളിലാണ് ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലേറ്റ് ചെയ്യാനുള്ള സോഴ്സ് വെക്കുന്നത്. ഈ 2 ഡിക്കും ഒരു ഹൈ ഫ്രീക്വൻസി AC സോഴ്സ് കണക്ട് ചെയ്യുന്നു. ദെൻ ഇതിനൊരു ഇവാക്യുവേറ്റഡ് ചേമ്പറിലും. ഓക്കെ. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ ആക്സിലേഷൻ നടക്കുന്നത് ഇവിടെ 2 ഡീസിന്റെ ഗ്യാപ്പിൽ വെച്ചിട്ടാണ്. അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ സൈക്ലോട്രോൺ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ACയുടെ ഫ്രീക്വൻസിയും സൈക്ലോട്രോൺ ഫ്രീക്വൻസിയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് രണ്ടും റെസൊണൻസിലായിരിക്കണം. The frequency of applied AC should be in resonance with the frequency of revolution of the particle. You know the expression for the frequency of revolution of the particle, nu is equal to QB divided by 2 pi m. This should be equal to the frequency of applied AC. Okay. Then മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പാർട്ടിക്കിളിന്റെ ആക്സിലേഷൻ നടക്കുന്നത് ഈ ഡിയുടെ ഗ്യാപ്പിൽ വെച്ചിട്ടാണ്. If V is the potential difference between the D's, so in one complete revolution, the particle gains a kinetic energy of 2 QV. Okay. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ ആക്സിലേഷൻ നടക്കുന്നത് ഈ ഗ്യാപ്പിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യമാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിള് ഈ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് അക്വയർ ചെയ്യുന്ന എനർജി QV ആണ്. അപ്പൊ ഒരു റെവല്യൂഷനിൽ പാർട്ടിക്കിൾ 2 പ്രാവശ്യം ഈ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ അത് അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജി 2 QV ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ n ടൈംസ് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ അക്വയർ ചെയ്യുന്ന എനർജി 2 n QV ആയിരിക്കും. The total kinetic energy acquired by the particle when it revolves n times is 2 n QV. Okay. Then നമുക്ക് ഇവിടെ പാർട്ടിക്കിളിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓർക്കാം. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ is Q square B square R square divided by 2m. Here R is the radius of the D. Okay. Then സൈക്ലോട്രോണിന്റെ 2 ലിമിറ്റേഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ന്യൂട്രോൺസിനെ ആക്സിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇലക്ട്രോൺസിനെയും ആക്സിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ട്രോൺസിനെ ആക്സിലേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള കാരണം ഇലക്ട്രോൺസിന്റെ മാസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സിലേറ്റ് ചെയ്യാം. ആക്സിലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മാസിൽ ഉണ്ടാവുന്ന വേരിയേഷൻ, റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഇൻ മാസ് ഈസ് വെരി ഹൈ. ഓക്കെ. സോ ഇലക്ട്രോൺസ് cannot be accelerated using cyclotron. Then നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂവിംഗ് ചാർജസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ബയോട്ട്-സവാർട്ട്സ് ലോ. യു നോ ദ എക്സ്പ്രഷൻ ബയോട്ട്-സവാർട്ട്സ് ലോ എന്താണ്? dB is equal to mu 0/4 pi IDL sin theta divided by R square ആണ്. ഇവിടെ mu 0 എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഓക്കെ. അതിന്റെ വാല്യൂ അറിയാം. 4 pi into 10⁻⁻⁷ ടെസ്ല മീറ്റർ പെർ ആംപിയർ ആണ്. ഓക്കെ. ഇതിനെ നമുക്ക് വെക്ടർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് dB is equal to mu 0 divided by 4 pi IDL cross R divided by R cube. Here the direction of the magnetic field is perpendicular to DL and R. Here IDL is the current element. IDL is the current element. Okay. Then ബയോട്ട്-സവാർട്ട്സ് ലോയുടെ application ആണ് on the magnetic field due to a circular current loop. അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് magnetic field ന്റെ എക്സ്പ്രഷൻ ആണ്. magnetic field due to a circular current loop along its axis is B is equal to mu 0 I R square divided by 2 into x square plus R square raised to 3/2. Okay. ഇനി ഈ പോയിന്റ് ലൂപ്പിന്റെ സെന്ററിലാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ പി എന്ന് പറഞ്ഞ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്.
പി എന്ന് പറഞ്ഞ പോയിന്റ് ലൂപ്പിന്റെ സെന്ററിലാണെങ്കിൽ ഈ എക്സ്പ്രഷൻ മാറുന്ന ഇതാണ്. ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ബി is equal to mu0 I divided by 2r, where I is the current passing through the conductor and r is the radius. Okay. അപ്പൊ ഇവിടെ ഈ സർക്കുലർ ലൂപ്പ് കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. റൂൾ പറയുന്നത് യു പ്ലേസ് യുവർ palm on the loop in such a way that the fingers should point in the direction of the current, then stretched thumb gives the direction of the magnetic field. അപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് നോക്കുക. അപ്പൊ ഈ ലൂപ്പില് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാമ്പ് ഇങ്ങനെ വെക്കണം. ഈ ലൂപ്പിന്റെ മുകളിൽ ഫിംഗേഴ്സിനെ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തമ്പിന്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും, പുറത്തോട്ടായിരിക്കും. ഓക്കെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ട് നമുക്ക് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് പാം ഇങ്ങനെ വെച്ചു, ഫിംഗേഴ്സിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ വെച്ച് കഴിഞ്ഞാൽ തമ്പ് ഉള്ളിലോട്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ. ഇതാണ് റൈറ്റ് ഹാൻഡ് റൂൾ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആംബിയർ സർക്യൂട്ടിലാണ്. ആംബിയർ സർക്യൂട്ടിൽ സ്ക്രീൻ ഒന്നും കൂടി ഒന്ന് ഇതാക്കാൻ പറ്റുമോ, വലുതാക്കാൻ പറ്റുമോ? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീന് ഫിഗർ ക്ലിയർ അല്ല. ക്യാമറ ഒന്നുകൂടി അടുപ്പിക്കാൻ പറ്റുമോ? കുറച്ചും കൂടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ. റെഡി അല്ലേ? ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ദ പ്ലെയിൻ ആയിരിക്കും. കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ദ ഒബ്സർവർ ആയിരിക്കും. ഇത് രണ്ട് കാര്യം. ദെൻ ഇനി കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പോള് സൗത്ത് പോൾ ആയിരിക്കും. ഇനി കറണ്ട് പാസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പോള് നോർത്ത് ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഓർത്ത് നോക്കുക. കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പോളും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്, ഒരു ലൂപ്പിൽ കറണ്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് സൈഡ് നോക്കുന്ന സമയത്ത് രണ്ട് ഡയറക്ഷനിലായിരിക്കും കറണ്ട് പാസ്. If the current is in clockwise direction, the pole existing there is south, and if the current is in anti-clockwise direction, the pole existing there is north. So, looking from the two sides of the circular loop, there will be two poles, north pole and south pole. So we can say that this current carrying loop acts as a magnetic dipole. Important point ആണ്, ഒരു current carrying loop എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു magnetic dipole ആയിട്ട് ആക്ട് ചെയ്യും. Then ആംബിയർ സർക്യൂട്ടിൽ അനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കാം. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, അപ്പൊ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu0 I divided by 2πr ആണ്, where from the center of the conductor to B is equal to mu0 I divided by 2πr. ഇക്വേഷൻ നോട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ്. അപ്പൊ ഗ്രിപ്പ് റൂൾ പറയുന്നത് യു ഹോൾഡ് ദ കണ്ടക്ടർ ബൈ യൂസിങ് ദ റൈറ്റ് ഹാൻഡ് in such a way that the fingers should point in the direction of the current. Then thumb should point in the direction of current. Then curled fingers gives the direction of the magnetic field. അപ്പൊ കണ്ടക്ടർ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ഫിംഗേഴ്സ് എങ്ങനെയാണോ ആ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, ഡയറക്ഷൻ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. Then solenoid. You know what is a solenoid? It is a long insulated copper wire wound on a cylindrical frame, and when a current is passed through the solenoid, there will be a magnetic field inside the solenoid, and we can find the magnetic field inside the solenoid by using the equation B is equal to mu0 Ni, where N is the small n is the number of turns per unit length, and if the point is at one end of the solenoid,
Magnetic field at one end of the solenoid is mu 0 Ni divided by 2. That is, magnetic field at the end of the solenoid is half that of the field at the center of the solenoid. Okay, is it clear? Then magnetic field due to a toroid. Toroid എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു സോളിനോയിഡിനെ റിംഗിന്റെ ഫോമിൽ ബെൻഡ് ചെയ്ത് വെച്ചാൽ അതിന് പറയുന്ന പേരാണ് ടൊറോയിഡ്. ഈ ടൊറോയിഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ടൊറോയിഡിന്റെ കോറിന്റെ ഉള്ളിലായിരിക്കും. ഇതിനാണ് ടൊറോയിഡിന്റെ കോർ എന്ന് പറയുന്നത്. ആൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി കോർ is equal to mu 0 Ni, where N is number of turns per unit length and length of the toroid is 2 pi r. That is, small n is equal to capital N divided by 2 pi r. Next is force between two parallel conductors. But two parallel current carrying conductors. This current carrying conductors the force in the equation F is equal to mu 0 IB divided by 2 pi d, where IA is the current passing through the first conductor and IB is that of the second conductor and D is the distance between the two conductors. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കറണ്ട് രണ്ട് കണ്ടക്ടേഴ്സിലൂടെയും കറണ്ട് പാസ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ കണ്ടക്ടേഴ്സ് അട്രാക്ട് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ കണ്ടക്ടേഴ്സ് റിപ്പൽ ചെയ്യും. ഓക്കെ, ആ പോയിന്റ് ഓർത്ത് വെക്കുക. Then torque on a rectangular current loop placed in a magnetic field. Magnetic field വെച്ചിരിക്കുന്ന rectangular current loopil act ചെയ്യുന്ന torque. Torqueന്റെ expression ഇതാണ്, torque equal to mb sin theta, where m is the magnetic moment. m എന്ന് വെച്ചാൽ എന്താണ്? m is the magnetic moment. m is equal to I into a ആണ്. Magnetic moment is the product of current and the area of the loop. Or we can write torque equal to m cross b or mb sin theta. Theta is the angle between m and b. You know the direction of magnetic dipole moment is perpendicular to the loop. ശ്രദ്ധിക്കുക, magnetic dipole direction ഇപ്പൊ ഇതാണ് ലൂപ്പ് എങ്കിൽ, ഒരു സർക്കുലർ ലൂപ്പ് നമ്മൾ എടുത്തു. ലൂപ്പ് എങ്കിൽ എമ്മിന്റെ ഡയറക്ഷൻ ഈ ലൂപ്പിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ഒന്നുകിൽ പുറത്തോട്ടായിരിക്കും അല്ലെങ്കിൽ ഉള്ളിലോട്ടായിരിക്കും. ഓക്കെ, എമ്മും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഇനി ഈ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ, അപ്പം ലൂപ്പ് ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ലൂപ്പിനെ വെക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ എമ്മും ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയിരിക്കും. ശ്രദ്ധിക്കാം, നമ്മൾ ഇതാണ് ലൂപ്പ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതേ ഡയറക്ഷനിലാണെങ്കിൽ എം ഇങ്ങോട്ടല്ലേ. അപ്പൊ ലൂപ്പിന്റെ പ്ലെയിന് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെങ്കിൽ ഇവിടെ തീറ്റയുടെ വാല്യൂ 90 ആയിരിക്കും. തീറ്റ 90 ആണെങ്കിൽ സൈൻ 90 1 ആണ്. അപ്പൊ ടോർക്ക് മാക്സിമം. സോ the torque acting on the loop is maximum when the plane of the loop is parallel to the magnetic field, and when the plane is perpendicular to the magnetic field, theta is equal to 0. At that time, torque is equal to 0. ആ സമയത്ത് ഇതിന്റെ മുകളിൽ ടോർക്ക് ആക്ട് ചെയ്യില്ല. Then magnetic moment of electron in an atom. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ്, അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നു. അപ്പൊ ഇലക്ട്രോൺ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ എങ്ങോട്ടാണ് റിവോൾവ് ചെയ്യുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നതിന് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ കറണ്ട് ഒരു സർക്കുലർ പാത്തിൽ അല്ലെങ്കിൽ ഒരു ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് സൈഡിൽ രണ്ട് പോൾ ഉണ്ടാവും. അപ്പൊ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനൊരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ആ ഇലക്ട്രോൺ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റിനാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്, μL is equal to E/2m into L, where L is the angular momentum. And the ratio of μL to L is equal to E/2m. It is called the gyromagnetic ratio. Okay, gyromagnetic ratio, the value of gyromagnetic ratio is 8.8 into 10⁻10 coulomb per kilogram. Okay, ഇനി നമ്മൾ ഇവിടെ μL is equal to E/2m into L. L ബോർ പോസ്റ്റിലേക്ക് അനുസരിച്ചിട്ട് എല്ലിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. NH/2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μL is equal to NEH divided by 4πm. When n is equal to 1, that is when the electron is in the ground state of hydrogen atom, then μL is the minimum value, and which is EH divided by 4πm. The value is 9.27 into 10⁻24 ampere meter square, which is called Bohr magneton. Bohr magneton എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തില് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മിനിമം മാഗ്നറ്റിക് മൊമെന്റ് ആണ്
അതിന്റെ വാല്യൂ 9.27 into 10 raised to minus 24. Okay. Then next, moving coil galvanometer. മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിന്റെ മുകളിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് കൊണ്ട് ലൂപ്പ് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കറന്റിന് പ്രൊപ്പോർഷണൽ. ഇതാണ് മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം. മൂവിംഗ് കോയിൽ ഗാലനോമീറ്ററിന്റെ കേസിൽ ഡിഫ്ലക്ഷൻ phi is proportional to current and deflection per unit current. Okay, deflection per unit current is the current sensitivity. Current sensitivity is NAP divided by K. It is a deflection produced per unit current passing through the galvanometer. Okay. Then where K is the galvanometer constant. Then galvanometer കേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരു ഗാൽവനോമീറ്ററിൽ ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാൽവനോമീറ്ററിൽ എത്രയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ 5 divided by B is the വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഓർത്തോക്കുക, ഈ കറന്റ് സെൻസിറ്റിവിറ്റി കൂടി കഴിഞ്ഞാലും ഇതിന്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ മാറ്റം വന്നുള്ളതില്ല. ഓക്കെ, ദെൻ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു അമ്മീറ്റർ. ഒരു ഗാൽവനോമീറ്റർ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? By connecting a low resistance in parallel to it. This low resistance is called the shunt resistance. And a diagram ഇവിടെ കൊടുത്തിട്ടുണ്ട്. Low resistance കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് S is equal to Ig into G divided by I minus Ig, where Ig is the galvanometer current which gives full scale deflection. Okay, and total resistance of the ammeter. Ammeter ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, നിങ്ങൾ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ ഷണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് പാരലൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് product of the resistance divided by sum of the resistance, that is S into G divided by S plus G. Next, conversion of galvanometer into voltmeter. ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസിന് ആ ഗാൽവനോമീറ്ററിനെ സീരീസിലായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഹൈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, R is equal to V divided by Ig minus 3. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, Igയുടെ യൂണിറ്റ് സാധാരണ മില്ലി ആംപിയറിലായിരിക്കും ഉണ്ടാവുക. ഐയുടെ വാല്യൂ സാധാരണ ആംപിയറിന് റേഞ്ചിലായിരിക്കും. അപ്പൊ I മൈനസ് IG ചെയ്യുന്ന സമയത്ത് ഇവിടെ IG നിങ്ങൾ മില്ലി ആംപിയറിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. ഇനി നമുക്ക് ഇതിലെ കുറച്ച് ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, പറയുന്നത് കേൾക്കുന്നില്ലേ? ഫോളോ ചെയ്യുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, a charged particle is moving on a circular path with velocity v in a uniform magnetic field b. If the velocity of the particle is doubled and the strength of the magnetic field is half, then the radius becomes. Okay, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വന്നിട്ടുണ്ട് v ആണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി v ആണ്. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നമ്മൾ ഡബിൾ ചെയ്തു, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഹാഫ് ആക്കി മാറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം.
റേഡിയസ് എന്താണ്? R is equal to mv divided by qb ആണ്. അപ്പൊ ഇവിടെ ചാർജ് പാർട്ടിക്കിൾ സെയിം ആണ്. അതേപോലെ തന്നെ ചാർജ് പാർട്ടിക്കിൾ സെയിം ആയതുകൊണ്ട്, സെയിം ചാർജ് ആയതുകൊണ്ട് അതിന്റെ മാസും ചാർജും എന്താണ്? മാറ്റം വരുന്നില്ല. എന്താ മാറ്റം വരുന്നത്? വിയും ബി ആണ് മാറ്റം വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? R is proportional to V divided by B എന്ന് എഴുതാം. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് മാസും ചാർജും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് R is proportional to V by B. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഡിയസ് R dash is proportional to V dash divided by B dash എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് V dash? V dash എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഡബിൾ ആയി മാറി. ദാറ്റ് ഈസ് V dash is equal to 2 times V ആണ്. ആൻഡ് magnetic field, new magnetic field B dash is equal to B divided by 2, ഹാഫ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഡിയസ് R dash is equal to 2V divided by B by 2, which is equal to V, that is 2, ഈ 2 ന്യൂമറിൽ എടുത്തു കഴിഞ്ഞാൽ 4 ആയി മാറി. that is 4 times V by B. എന്താണ് V by B? നമുക്കറിയാം V by B is equal to R ആണ്. that is this is equal to 4 times R. It's R dash is equal to 4 times R. That is radius becomes 4 times. Okay. Is it clear? Clear അല്ലേ? മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പറയുന്നത് ഫോളോ ചെയ്യുന്നില്ലേ? Yes, sir. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, a circular loop of radius R is placed in a uniform magnetic field B perpendicular to the loop. The force acting on the loop is. അപ്പൊ ഒരു സർക്കുലർ ലൂപ്പ് അതിന്റെ റേഡിയസ് വന്നിട്ടുണ്ട്. ഇതിന്റെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് വെച്ചത്. എങ്ങനെയാണ്? ഈ ലൂപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൂപ്പ് വെച്ചിരിക്കുന്നത്. ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ലൂപ്പ്. അപ്പൊ നമുക്കറിയാം ഒരു ലൂപ്പ്, ഒരു കറന്റ് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് വെക്കുന്നതെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. When a current carrying loop is placed in a uniform magnetic field, the net force acting on the loop is 0. Okay, important point ആണ്. ഒരു യൂണിഫോം ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇനി അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് ആക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ആണെങ്കിൽ ലൂപ്പിനെ 4 പോർഷൻ ഡിവൈഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ 2 സെഗ്മെന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഈക്വൽ ഓൺ ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷൻ സെയിം ലൈനിൽ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ക്യാൻസൽ ആവും. മറ്റു 2 സെഗ്മെന്റിൽ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ലൈനിൽ ആക്ട് ചെയ്യുന്നത് എന്താവും? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്കാണ് ടോസ് ഈക്വൽ ടു M cross B. അപ്പം നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ലൂപ്പ് when placed in a uniform magnetic field is 0. Then third question, a straight wire having mass 1.2 kilogram and length of 1 meter carries a current of 5 ampere. If the wire is suspended in midair by a uniform horizontal magnetic field, then the magnitude of the field is. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒരു സ്ട്രേറ്റ് വയർ, ഈ സ്ട്രേറ്റ് വയറിന്റെ മാസ് തന്നിട്ടുണ്ട്. മാസ് M is equal to 1.2 kilogram. ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് is 1 meter. പാസ് ചെയ്യുന്ന കറണ്ട് I is equal to 5 ampere. ഈ വയറിന് എന്താ ചെയ്തിരിക്കുന്നത്? വയറിന് മിഡ് എയറിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയാണ്. എങ്ങനെയാണ്? ഒരു ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വയറിന് വേണമെങ്കിൽ ഈ കണ്ടക്ടറിനെ 2 വയർ ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ വയറിന്റെ മാസ് എന്ത് ചെയ്യുന്നു? ഈ ടെൻഷനാണ്, ഇതിന്റെ വയറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനാണ് ബാലൻസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തണം. നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ, കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ മുകളിൽ കണ്ടക്ടറിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ആ കണ്ടക്ടറിന്റെ മുകളിൽ ഫോഴ്സ് ആക്ട്. ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാലോ. എന്താണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ? F is equal to
I into L cross B ആണ് or ILB sin theta. ഇത് എന്തിന്റെ എക്സ്പ്രഷൻ ആണ്? ഫോഴ്സ് ഓൺ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L carrying a current of I ampere placed in a uniform magnetic field. അപ്പൊ ഈ കണ്ടക്ടറിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ നമുക്കറിയാം എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണ് പറയുന്നത്? നമ്മള് 3 ഫിംഗേഴ്സ് ഏതൊക്കെയാണ്? 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്കുന്നു. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലും മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ തമ്പിന്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കണ്ടക്ടറിൽ നമുക്കറിയാം ഈ കണ്ടക്ടറിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും, mg താഴേക്ക് ആക്ട് ചെയ്യും. അപ്പൊ ഈ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മുകളിലോട്ട് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കണ്ടക്ടർ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താം. അപ്പൊ കണ്ടക്ടറിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് എങ്ങനെയാണ്? ഈ കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യാം. നോക്കാം, ഇപ്പൊ ഇവിടെ കണ്ടക്ടറിൽ കറന്റ് ഈ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. നമ്മള് ഈ കണ്ടക്ടറിൽ ഉള്ളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. ഉള്ളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് മുകളിലോട്ടായിരിക്കും, എഫ് മുകളിലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്താണ്? താഴേക്ക് ആക്ട് ചെയ്യുന്ന അതിന്റെ വെയിറ്റിനെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് മിഡ് എയറിൽ സസ്പെൻഡ് ചെയ്ത് നിർത്താം. അപ്പൊ എന്ത് ചെയ്യാൻ നോക്കുക? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ sin 91 therefore F is equal to IL. So you have to equate F is equal to ILB that is equal to mg. അപ്പൊ ഓർത്ത് നോക്കുക, ഇക്വേഷൻ എന്താണ്? ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഇതിന്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ILB is equal to mg. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ അതെങ്ങനെ കിട്ടും? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ബി is equal to പറഞ്ഞേ mg divided by I into L. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് m? മാസ് is equal to 1.2. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ജിയുടെ വാല്യൂ 9.8 എടുക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻസിൽ വാല്യൂസ് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നല്ല, എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. G is equal to 10 divided by current is 5 into length is 1 meter. Okay. അപ്പൊ ഇവിടെ 5 10 by 5 2, that is 1.2 into 2, that is equal to 2.4. That is option C is correct, that is 2.4 Tesla. Clear അല്ലേ? മക്കൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Is it clear? Clear ആണോ? Yes, sir. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്തൂടെ? Next question. When a positively charged particle enters a uniform magnetic field with the uniform velocity, its trajectory can be. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് യൂണിഫോം വെലോസിറ്റിയിലാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രജക്ടറി എന്തായിരിക്കാം? ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് 1 a straight line, 2 a circle, 3 a helix. അതിൽ ഓപ്ഷൻസ് ഇതാണ്: A 1 only, B 1 or 2, C 1 or 3, and D any one of 1, 2 and 3. നമുക്കറിയാം, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മേ ബി എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെ? ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. If the particle is moving parallel to the magnetic field, it moves along the same direction. And if it is moving perpendicular to the magnetic field, it moves along a circular path. If it is entering at an angle theta in between 0 and 90 degree, it moves along a helical path. So, ഏതൊക്കെ പോസിബിൾ ആണ്? സ്ട്രെയിറ്റ് ലൈൻ പോസിബിൾ ആണ്, സർക്കിൾ പോസിബിൾ ആണ്, ഹെലിക്സ് പോസിബിൾ ആണ്. സോ എനി വൺ ഓഫ് 1, 2 and 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
ക്ലിയർ അല്ലേ? Then, fifth question. Which of the following is not correct about cyclotron? Cyclotron പറ്റി correct അല്ലാത്ത options നോക്കാം. Is a machine to accelerate charged particle or ions to high energies. Correct അല്ലേ? Charged particle നെ accelerate ചെയ്യാൻ ഉപയോഗിക്കുന്ന device ആണ് cyclotron. അപ്പോൾ correct ആണ്. Then it uses both electric and magnetic fields in combination to increase the energy of the particles. Okay. അവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ആക്സിലേറ്റ് ചെയ്യും, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. ഓക്കെ, ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് അപ്ലൈ ചെയ്യും. And third, the operation of the cyclotron is based on the fact that the time for one revolution is independent of its speed. Clear അല്ലേ? Cyclotron frequency നമുക്കറിയാം nu is equal to qb divided by 2πm അല്ലെ? അപ്പോ പാർട്ടിക്കിളിന്റെ സ്പീഡിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ത് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ അത് കറക്റ്റ് ആണ്. Then the charged particle can move on any arbitrary path. അത് കറക്റ്റ് ആണോ? ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഏത് ആർബിട്രറി പാത്തിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ഏത് പാത്തിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ? സർക്കുലർ പാത്തിൽ മാത്രമേ അത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Then next question. A proton and an alpha particle enter in a uniform magnetic field perpendicularly with same speed. The ratio of time periods of both particles Tp divided by T alpha Pt. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, അടുത്തത് ആൽഫ പാർട്ടിക്കിൾ. ഈ രണ്ട് പാർട്ടിക്കിളും എന്താണ്? സെയിം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത്. പ്രത്യേകത, എൻറ്റർ ചെയ്യുന്ന സ്പീഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ടൈം പീരീഡ്, ഇതിന്റെ ടൈം പീരീഡിന്റെ റേഷ്യോ എന്തായിരിക്കും? അപ്പൊ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. T is equal to 2πm divided by qb ആണ്. T is equal to 2πm divided by qb. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പാർട്ടിക്കിൾ ഒന്ന് ആൽഫ പാർട്ടിക്കിൾ ആണ്, അടുത്തത് പ്രോട്ടോൺ ആണ്. എൻട്രി ചെയ്യുന്നത് സെയിം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ സെയിം മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കോൺസ്റ്റന്റ് ടേം ഒഴിവാക്കാം. ദാറ്റ് ഈസ് T is proportional to കോൺസ്റ്റന്റ് 2π കോൺസ്റ്റന്റ് ആണ്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം മാഗ്നറ്റിക് ഫീൽഡ് ആണ് എൻട്രി ചെയ്യുന്നത്, അതുകൊണ്ട് B നമുക്ക് ഒഴിവാക്കാം. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു m divided by q എന്ന് എഴുതാം. T is proportional to m by q. അപ്പം time period of proton Tp is equal to mp divided by qp എന്ന് കൊടുക്കും. Time period of alpha particle is proportional to m alpha divided by q alpha എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ 2π കോൺസ്റ്റന്റ് b കോൺസ്റ്റന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ T is proportional to m by q എന്ന് കൊടുക്കാം. ആൽഫ പാർട്ടിക്കിൾ ആവുന്ന സമയത്ത് m alpha divided by q alpha, പ്രോട്ടോൺ ആവുന്ന സമയത്ത് mp divided by qp എന്ന് കൊടുക്കും. ഓക്കെ, then ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോയിലെ കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കുന്നത് you know mass of alpha particle is 4 times mass of proton. നമുക്കറിയാം. അതേപോലെ തന്നെ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് 2 times ചാർജ് ഓഫ് പ്രോട്ടോൺ. ഇനി ചെയ്യുന്നത് നമുക്ക് Tp divided by T alpha ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore Tp divided by T alpha is equal to mp divided by qp divided by m alpha divided by q alpha. That is equal to mp divided by qp into q alpha divided by m alpha. അപ്പൊ ഇവിടെ q alphaന്റെയും m alphaയുടെയും വാല്യൂ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതൊന്ന് റബ്ബ് ചെയ്യണേ.
that is TP divided by T alpha is equal to MP divided by QP into what is Q alpha? Q alpha is 2 times QP divided by M alpha is 4 times MP. So now MP, QP cancel. That's equal to 2 by 4. That is equal to 1 by 2. That is the ratio of time periods is 1:2. 1 by 2, that is 1:2. Is it clear? But ഇതേപോലെയുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കോൺസ്റ്റന്റ് ആയി വരുന്ന ടേമിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന് പ്രൊപ്പോർഷണൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്തും കോൺസ്റ്റന്റ് വരുന്ന ടേം ക്യാൻസൽ ചെയ്യും. അപ്പൊ ക്ലിയർ ആണല്ലോ ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Then next question, 7th question. The magnitude of the magnetic field at the center of the tightly wound 150 turn coil of radius 12 centimeter carrying a current of 2 amperes. Okay. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇതിന്റെ ഒരു സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay. Magnitude of magnetic field at the center of a tightly wound 150 turn coil of radius 12 centimeter. You know, the magnetic field at the center of the circular coil is equal to mu0 I divided by 2R. If there are n turns, it will be mu0 I n divided by 2R. So, here values allam tannittundu. Substitute cheya. That is equal to, you know, the value of mu0, that is 4 pi into 10 raised to minus 7 into the value of current is 2 ampere and the number of turns is 150 divided by 2 into the radius is 12 centimeter, that is 12 into 10 raised to minus 2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അപ്പൊ 10 raised to minus 2 നമ്മൾ ന്യൂമറിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 raised to plus 2 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ വാല്യൂ ഇത് 10 raised to minus 5 ആയിട്ട് മാറും. Okay, ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. Then 12 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരുന്നു. 150 divided by 3, that is that is 50. അപ്പൊ ആൻസർ നോക്കിയേ, 50 is 1 Gauss. 5 into 3 4. 5 into 3 15.7. That is 15.7 Gauss. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. Is it clear? The next question. A 200 turn tightly wound circular coil of radius 15 centimeter carries a current of 4 ampere. The magnetic moment of this coil is, you know, the value of magnetic moment, M is equal to I into A. Product of current and area of the loop. If there are n turns, that is IA into n. Here the value of current is 4 ampere into area of the loop is pi r square. R is 15 centimeter, that is 0.15 meter, 0.15 square into number of turns is 200.
That's equal to 4 into 3.14. 12.56 into 0.15 square, 0.0225 into 200. അപ്പൊ ഇവിടെ 200 നമുക്ക് 2.25 എഴുതാം. 2.25 into 2 into 12.56. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2.25 into 2, that is 4.5 into 12.56. Multiply ചെയ്ത് കഴിഞ്ഞാൽ this will be nearly 56.5 ampere meter square. You know the unit of magnetic moment is ampere meter square. Okay, is it clear? ഇത് റബ് ചെയ്യട്ടെ? കളെ ഫോളോ ചെയ്യുന്നില്ലേ? Yes, sir. Yes, sir. Professor, 8 മണിയാകുമ്പോ പ്രജീഷ് സാറ് തുടങ്ങാല്ലേ? Next question. Two straight wires A and B of length 10 meter and 12 meter carrying currents 4 ampere and 6 ampere respectively in opposite direction lie parallel to each other at a distance of 3 centimeter. The force on a 15 centimeter section of the wire B is centerized. Okay. You know the expression for the force between two parallel conductors. ഗഫൂർ സാർ റേഞ്ച് പോയോ? ഗഫൂർ സാർ മ്യൂട്ടാണേ. Okay. ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? F is equal to mu 0 I1 I2 divided by 2 pi d into L. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കാം. 10 raised to minus 2 ക്യാൻസൽ ചെയ്യാം. 3 15 5 വരുന്നു. Okay. Then 2 into 5 10. 4 into 6 24. That is വരുന്നത് 24 into 10 raised to minus 6. Okay. 24 into 10 raised to minus 6. Okay. അപ്പൊ ഇനി ഓപ്ഷൻസ് നോക്കുക. ഇവിടെ 24 into 10 raised to minus 6 is 2.5 into, I'm sorry, 2.4 into 10 raised to minus 5. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി 2.4 into 10 raised to minus 5. ഇനി നോക്കിക്കേ, ഇവിടെ കറണ്ട് എങ്ങനെ പാസ് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പൊ രണ്ട് കണ്ടക്ടേഴ്സിൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? റിപ്പൾസീവ് ആയിരിക്കും. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 2.4 into 10 raised to minus 5 ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. അപ്പോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഇസ് ഇറ്റ് ക്ലിയർ? ആ 8 മണിയാകുമ്പോ പ്രജീഷ് സാറ് അല്ലേ?
ആ സമയമായില്ലേ? ഓക്കെ. എന്നാല് ടീച്ചറെ ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്ത് നിർത്താം അല്ലേ? ഓക്കെ സർ, ഓക്കെ. ഒരു ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. പിന്നീട് സമയം ചെയ്യാം. ഓക്കെ ഓക്കെ, അതല്ലേ നല്ലേ? അതെ നല്ലത്, അതാ നല്ലത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ഗാൽവനോമീറ്റർ കറന്റ് ഈസ് 10 milliampere, resistance of the galvanometer is 40 ohm and shunt of 2 ohm is connected to the galvanometer. The maximum current which can be measured by the ammeter is. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അമ്മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറന്റ് ആണ്. അപ്പൊ അമ്മീറ്ററിന്റെ കേസിൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ഇക്വേഷൻ? യു നോ ദ വാല്യൂ ഓഫ് ഷണ്ട്. എസ് ഇസ് ഈക്വൽ ടു IG into G divided by I minus IG. ഇതാണ് ഷണ്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഷണ്ടിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദെൻ ഗാൽവനോമീറ്റർ കറണ്ട് തന്നിട്ടുണ്ട് 10 milliampere ആണ്, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇക്വേഷൻ നിന്ന് നമുക്ക് എന്ത് എഴുതാം? I minus IG is equal to IG into G divided by S. Or I is equal to ഈ IG റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് IG into G divided by S plus IG. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this will be equal to IG യുടെ വാല്യൂ, ഗാൽവനോമീറ്റർ കറന്റിന്റെ വാല്യൂ 10 milliampere ആണ്. അപ്പൊ 10 into 10 raised to minus 3 that is equal to 10 raised to minus 2 into G. Resistance of the galvanometer is 40 divided by the value of shunt is 2 ohm plus IG plus the value of IG is 10 milliampere, that is equal to 10 raised to minus 2. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. 40 by 2 20, that is equal to നോക്കിയാൽ ഇവിടെ ഉള്ളത് 20 into 10 raised to minus 2 plus 10 raised to minus 2. അപ്പൊ എത്ര ഉണ്ടാവുക? 20 into 10 raised to minus 2 plus 10 raised to minus 2 വെച്ചാൽ 21 into 10 raised to minus 2 അല്ലേ? അപ്പൊ this is equal to 21 into 10 raised to minus 2. എങ്ങനെ കിട്ടുന്നത്? 10 raised to minus 2 കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുക. ഇവിടെ 20 ഉണ്ട്, പ്ലസ് 1 ഉണ്ട്, that is 21 into 10 raised to minus 2. ഇനി ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ഓപ്ഷനിൽ 21 into 10 raised to minus 2 that is equal to 0.21 ampere. That is 0.21 ampere. Option D is the answer. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ്, നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, Gafur sir, for the wonderful session. കുട്ടികള് ഇന്നെടുത്ത ടോപ്പിക്ക് ഗഫൂർ സാർ എടുത്ത ടോപ്പിക്ക് അതിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുൾ ആക്കി മാറ്റാം. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC സർക്യൂട്ട്സ് കൈകാര്യം ചെയ്തതിനായി നമ്മുടെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രജിത് സാറിനെ വളരെ അധികം സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുകയാണ്. കേൾക്കാം അതെ. കേൾക്കാം സർ, കേൾക്കാം. കാണാനല്ലേ? യെസ് സർ, ബോർഡ് ക്ലിയർ, കുഴപ്പമില്ല, ക്ലിയർ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ്.
നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഈ എൻട്രൻസ് എക്സാം നമ്മൾ സാധാരണ നിങ്ങളിപ്പോ +2 എക്സാം കഴിഞ്ഞ് നീറ്റ്, കീം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള പല എക്സാമുകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇതില് പൊതുവായിട്ട് പറയാനുള്ള 1-2 കാര്യങ്ങൾ. അതായത് ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ ടൈം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്ന ആളുകളാണ് ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്തുന്നത്. നമ്മൾ ഇന്ത്യയിൽ ആരും ചെയ്യാത്ത ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. അതേസമയം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആ സമയത്തിനുള്ളിൽ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ അതിൽ നോളജ് ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും. അത് നിർബന്ധമായും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇപ്പൊ ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇപ്പൊ സാറ് പറയാൻ ഉദ്ദേശിച്ച മാഗ്നറ്റിസം മാറ്ററിൽ നിങ്ങൾ പഠിച്ച ചില ചോദ്യങ്ങളുണ്ട് അല്ലെ. ഡിപ്പ്, പോൾസിൽ ഡിപ്പ് ആംഗിൾ എത്രയാണ്, ഇക്വേറ്റർ ഡിപ്പ് ആംഗിൾ എത്രയാണ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് നോളജ് ലെവലിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഈ സെക്കൻഡ് ഇയർ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കിലും അത്തരത്തിലുള്ള നേരിട്ട് കിട്ടുന്ന ചോദ്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. കാരണം അതിന് നമുക്ക് ടൈമിന്റെ ആവശ്യമില്ല. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഇപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബ്ലംസ് ആൻസർ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ ആ ആൻസറിലേക്ക് എത്തിയാൽ മതി അല്ലെ. നമ്മുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്. അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് ആ ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. അപ്പൊ നമ്മൾ ബോർഡ് എക്സാമിൽ ചെയ്യുന്നത് പോലെ ഒരു ആൻസർ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാളും തന്നിരിക്കുന്ന 4 ഉത്തരങ്ങളിൽ ഏതാണ് ഉത്തരമെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ പഠിത്തം. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യുമ്പോൾ ആ 4 ആൻസറിലേക്ക് നമ്മുടെ ലുക്ക് ഉണ്ടായിരിക്കണം. ABCD എന്ന് പറയുന്ന ചോയ്സ് നോക്കിക്കൊണ്ട് അതിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ വേണം നമ്മൾ ഉത്തരങ്ങൾ ചെയ്യാൻ. അപ്പൊ അതിന്റെ ഒരു നേക്ക്, ഒരു ടെക്നിക്ക് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കണ്ടന്റ് പഠിക്കുക, അതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയർ സിലബസിൽ ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പോലെയോ അല്ലെങ്കിൽ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പോലെയോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലെയോ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് കുട്ടികൾക്ക് തോന്നാറുള്ള ഒരു പാഠമാണ് ഇൻഡക്ഷൻ AC. അതില് പ്രോബ്ലം ചാപ്റ്റർ ആണ്. കൺസെപ്ച്വൽ ലെവലിലുള്ള ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് തന്നെയാണ് കൂടുതൽ സാധ്യതകൾ ഈ ചാപ്റ്ററിൽ. ഞാൻ അതിന്റെ ഒരു സമ്മറി ജസ്റ്റ് ഒന്ന് പറയാം. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം മൈക്കൽ ഫാരഡേ ആണ് നമ്മുടെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ പിതാവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മൈക്കൽ ഫാരഡേ ആണ്. മൈക്കൽ ഫാരഡേ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ കമേഴ്ഷ്യലായിട്ട് വ്യാവസായികമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോ ഇപ്പൊ തെർമൽ പവർ സ്റ്റേഷൻ ആയാലും ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ ആയാലും ഇതിലൊക്കെ നമ്മൾ ഫാരഡേയുടെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫാരഡേയുടെ ലോയിൽ അതിന്റെ ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ട് ലെൻസസ് റൂൾ, അത് ഒരു കോയിലിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ, ഒരു കോയിലിൽ കറണ്ടിന് ചേഞ്ച് കൊണ്ട് അടുത്ത കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി, എങ്ങനെയാണ് ഒരു കോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ജനറേറ്റർ പഠിക്കും. ജനറേറ്ററിന്റെ നിന്ന് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി അതിന്റെ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി കൂടിയും കുറയും, അതുപോലെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. അങ്ങനെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തും. AC. ഈ AC എന്നുള്ളത് ഡയറക്റ്റ് കറണ്ട്, നമ്മൾ നേരത്തെ കറണ്ട് യൂണിവേഴ്സിൽ പഠിച്ച പാഠങ്ങളുമായി AC യുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? AC എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് കറണ്ട് ആണ്, ഡയറക്ഷൻ പീരിയോഡിക് ആയിട്ട് റിവേഴ്സ് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്തരമൊരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക് കമ്പോണൻസ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ തുടങ്ങിയ കമ്പോണൻസിൽ ഈ AC ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്. DC-യിൽ അത്ര പ്രശ്നമില്ല. DC കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ DC ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. പക്ഷെ AC-യിൽ കൃത്യമായി ഒരു റെസിസ്റ്റീവ് പാത്ത് സജസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ റെസിസ്റ്റൻസിലൂടെ AC പോകുമ്പോൾ, കപ്പാസിറ്ററിലൂടെ AC പോകുമ്പോൾ, ഇൻഡക്ടറിലൂടെ AC പോകുമ്പോൾ അതിന്റെ കോമ്പിനേഷൻ RL സർക്യൂട്ട്, RC സർക്യൂട്ട്, LCR സർക്യൂട്ട്, ഇതിലൊക്കെ AC പോകുന്ന സമയത്ത് വോൾട്ടേജ്, കറണ്ട്, ഇത് തമ്മിലുണ്ടാകുന്ന ലീഡ്, ലാഗ് തുടങ്ങിയ ചില വാക്കുകൾ, അതിന്റെ ഗ്രാഫുകൾ, ഫേസർ ഡയഗ്രം, അതിന്റെ ഇക്വേഷൻസ്, ഇംപിഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. ചാർജ് ചെയ്ത ഒരു കപ്പാസിറ്റർ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന LC ഓസിലേഷൻസ്. പിന്നെ AC-യുടെ മറ്റൊരു പാർട്ടാണ് നമ്മൾ കറണ്ടിന്റെ വോൾട്ടേജ് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ട്രാൻസ്ഫോമർ.
ഇങ്ങനെ ഉള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് കറണ്ട് ചാപ്റ്ററിൽ പറഞ്ഞത്. ഞാനിപ്പോ പറഞ്ഞത് ജസ്റ്റ് ഇതിന്റെ സമ്മറി മാത്രമാണ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചില ഇക്വേഷൻസ് ഒന്ന് പറയാം. ഒന്ന് ഈ ചാപ്റ്ററിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, കാണാൻ വിചാരിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പ്രധാനമായിട്ട് വരുന്ന ആദ്യത്തെ ഫോർമുല മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്കറിയാം ∅ BA cos θ. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, A എന്നുള്ളത് ഏരിയ, തീറ്റ ഫീൽഡും ഏരിയയും തമ്മിലുള്ള ആംഗിൾ. ഞാൻ പറയുന്ന നൊട്ടേഷൻ ഇതിപ്പോ സ്റ്റേറ്റ് വൈഡ് ആണ് ക്ലാസ്, പല ജില്ലകളിൽ നിന്നുള്ള പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നൊട്ടേഷൻസിന് ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ A എന്നുള്ളത് ഏരിയ, ചില സ്ഥലത്ത് നമ്മൾ S എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോസ് തിയറത്തിലൊക്കെ നമ്മൾ S അല്ലെ, EDS എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ബിയും ഏരിയ എയും ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് BA cos θ ആണ്. അത് തീറ്റ എന്നുള്ള ആംഗിൾ 0 ആണെങ്കിൽ നമുക്ക് BA എന്ന് തന്നെ പറയാം. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വേരിയിങ് ഫീൽഡ് ആണെങ്കിൽ ഇന്റഗ്രൽ BDS എന്ന രൂപത്തിലാണ് ഫ്ലക്സ് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗോസ് തിയറത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ലോ, ഫാരഡേസ് ലോ എന്ന് പറയുന്നത് E = dϕ/dt ആണ്. That is rate of change of magnetic flux is equal to induced EMF. E എന്ന് പറയുന്ന induced EMF, dϕ/dt എന്നുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ ϕm എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ϕb എന്നൊക്കെ എഴുതാറുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന അർത്ഥത്തിൽ. അത് ലെൻസസ് റൂൾ കൂടി വരുമ്പോൾ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം, E = dϕ/dt എന്നാണ് പറയാം. ആ മൈനസ് സൈൻ വരുന്നത് അത് ഒരു വൺ വേർഡ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം മൈനസ് സൈൻ വരാൻ കാരണം ചേഞ്ച് ഇൻ ഫ്ലക്സ് കൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ആ EMF എപ്പോഴും ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസിക്വൻസ് ആയിട്ടാണ്. അപ്പൊ അത് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് അല്ലേ, ലെൻസസ് റൂൾ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ മോഷണൽ EMF ആണ്. ഒരു L ലെങ്ത് ഉള്ള കണ്ടക്ടർ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ V എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ, മാഗ്നറ്റിക് ഫീൽഡ് ബിയും കണ്ടക്ടർ ലെങ്ത് എല്ലും വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ വിയും ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF is equal to BLP. അതാണ് ഇക്വേഷൻ. അത് പെർപെൻഡിക്കുലർ അല്ല, അറ്റ് ആൻ ആംഗിൾ ആണെങ്കിൽ BLV sin θ ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഇക്വേഷൻ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഇക്വേഷൻസ് നോട്ട് ചെയ്യാം കേട്ടോ. ഈസ് ഈക്വൽ ടു BLV sin θ എന്നാണ് ജനറൽ ഇക്വേഷൻ. തീറ്റ 90 ആവുന്ന കേസിൽ നമുക്ക് ഈസ് ഈക്വൽ ടു BLV എന്ന് പറയാം. മറ്റൊരു ഇക്വേഷൻ സ്ക്രീനിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. When a conducting rod is rotated perpendicular to a uniform magnetic field, ഒരു കണ്ടക്ടിങ് റോഡ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുക എന്നുള്ളതിന് പകരം അത് മാഗ്നറ്റിക് ഫീൽഡ് ഡോക്ടർ ജോ ജോസഫിന്റെ വിജയത്തിനായി DYFI പാമ്പാക്കുട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്ക്വാഡ് പ്രവർത്തനം എല്ലാവരും നമ്മുടെ സ്ഥാനാർത്ഥി ജോ ജോസഫിനെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിക്കുക. ഇദ്ദേഹത്തിന്റെ ചിത്രമുണ്ട്. ഇദ്ദേഹം സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നതിന്റെ ചിത്രമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിനെ തന്നെ ഇതിരിക്കുകയാണ്. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്? രജിസ്റ്റർ മ്യൂട്ടാണോ? രജിസ്റ്റർ ഓക്കെ കേൾക്കുന്നുണ്ടോ? അപ്പൊ കേൾക്കാം. അത് പെട്ടെന്ന് ഞാൻ മ്യൂട്ടായി ഒരു അഡ്വർടൈസ്മെന്റ് കയറി വന്നു. എന്താ സംഭവിച്ചറിയില്ല. സ്ക്രീന് കാണുന്നുണ്ടായിരുന്നില്ലേ?
എല്ലാം ക്ലിയർ ആയിരുന്നു സർ. ഓക്കെ ഒന്നുമില്ലായിരുന്നു. എന്തോ ഒരു ഡിസ്റ്റർബൻസ് പെട്ടെന്ന് കയറി വന്നു. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നോക്കുക കേട്ടോ. ഒരു കണ്ടക്ടറിംഗ് റോഡ് മൂവ് ചെയ്യുക എന്നുള്ളതിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ B⍵L²/2 ആണ്. ഇതും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയാണ് നോട്ട് ചെയ്യുക. ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് ഈക്വൽ ടു B⍵L²/2. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്, അത് 2πν ആണ്, നിങ്ങൾക്കറിയാം. ഈ ഒമേഗ എന്നുള്ള ഇക്വേഷൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് ഫിസിക്സിൽ മറ്റ് പല ചാപ്റ്ററിലും ഒമേഗ എന്നുള്ള ടേം, ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന ടേം വരാറുണ്ട്. അത് വരുന്ന സമയത്തൊക്കെ നമ്മൾ 2πν എന്ന ഇക്വേഷൻ ഓർത്തുക. ഒമേഗ ഈസ് ഈക്വൽ 2πν ബിക്കോസ് ന്യൂ ഈസ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രോബ്ലത്തില് ഫോർ എക്സാമ്പിൾ 100 revolutions in 2 minutes അല്ലെങ്കിൽ 10 revolutions in 6 minutes, അങ്ങനെ ഇത്ര സമയം കൊണ്ട് ഇത്ര റെവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫ്രീക്വൻസി. ഇനിയിപ്പോ പറഞ്ഞ പോലെ ഒരു കോയില് 10 സെക്കൻഡ് കൊണ്ട് 100 പ്രാവശ്യം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്ന് നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കോയില് 10 സെക്കൻഡ് കൊണ്ട് 100 പ്രാവശ്യം കറങ്ങുന്നു എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ആ ഡാറ്റ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കിട്ടിയാൽ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗ എന്ന ടേം കിട്ടിക്കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇൻഡക്ഷൻ പോലുള്ള ചാപ്റ്ററുകളിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും. നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഈ ടേമിലൊക്കെ ഒമേഗ വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഒമേഗ എന്ന് കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ 2πν ആണ്. ആ ന്യൂ എന്നുള്ളത് ഡാറ്റയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നത് ഓർമ്മിക്കുക. സോ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഇക്വേഷൻ B⍵L²/2. നെക്സ്റ്റ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു കറണ്ട് ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ആ കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, അതിന്റെ ഇക്വേഷൻ Φ=Li ആണ്. അതിൽ L എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ടൻസ് ആണ്. സെൽഫ് ഇൻഡക്ടൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സെൽഫ് ഇൻഡക്ടൻസ്. അങ്ങനെ ഒരു കോയിലിലെ കറണ്ടിന്റെ ചേഞ്ച് കൊണ്ട് അതേ കോയിലിൽ ഇഎംഎഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇഎംഎഫിന്റെ ഇക്വേഷൻ -L di/dt ആണ്. where di/dt is the rate of change of current in a coil and E is the induced EMF in the same coil. L is called coefficient of self-induction or self-inductance. ഇത് ഒരു കോയിലിലെ കറണ്ട് കൊണ്ട് തൊട്ടപ്പുറത്തെ കോയിലിൽ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, പ്രൈമറി കോയിലിൽ കറണ്ട് IP-യും സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് Φs ആണെങ്കിൽ the equation is given by Φs = m × IP, where m is called coefficient of mutual induction അഥവാ mutual inductance. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഇക്വേഷൻ ES = m × dIp/dt ആണ്. അതും ഒന്ന് ശ്രദ്ധിക്കണം. ഈ S എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ സെക്കൻഡറി ആണ്. dIp/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ പ്രൈമറി ആണ്. പ്രൈമറിയിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കൊണ്ട് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇഎംഎഫിനെ കുറിച്ച് പറയുന്ന ഇക്വേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇൻഡക്ഷനിൽ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ആണ്. ദാറ്റ് ഈസ് U = ½ Li². നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബോർഡ് എക്സാമിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ്. U = ½ Li², whereas the current flowing through inductor, then the energy stored in inductor U = ½ Li². ഓർമ്മിക്കുക, ഈ എനർജി മാഗ്നറ്റിക് ഫീൽഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സിമിലർ ആയിട്ടൊരു ഇക്വേഷൻ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത് ½CV² ആണ്, which is the energy stored in a capacitor. Energy stored in a capacitor പ്രത്യേകത, that energy is electric energy which is stored in the electric field. Here energy stored in an inductor is magnetic energy, it is stored in magnetic field. That is the difference. പിന്നെ AC ജനറേറ്ററിൽ നിന്ന് നമ്മൾ നേരെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് കിട്ടും. ആൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻ AC-യുടെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത് I is equal to I0 sin ωt അല്ലെങ്കിൽ I equal to I0 cos ωt. ഒരുപക്ഷെ ചില സ്കൂളിലൊക്കെ IM എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം, മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന അർത്ഥത്തിൽ IM എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ I0 എന്നാണ്. I is equal to I0 sin ωt. അതിന്റെ ടേംസ് ക്ലിയർ ആയിരിക്കണം. I എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. T എന്ന ഒരു പ്രത്യേക സമയത്തുള്ള കറണ്ട് ആണ് I. I0 is called peak value or amplitude. ഒമേഗ ഈസ് ആംഗുലാർ ഫ്രീക്വൻസി, ഞാൻ നേരത്തെ പറഞ്ഞ 2πν ആണ്. ഫംഗ്ഷൻ സൈനോ കോസോ ആകാം, ചിലപ്പോൾ മൈനസ് സൈൻ ആവാം, മൈനസ് കോസ് ആവാം. നമ്മൾ ഡെറിവേഷനൊക്കെ സൗകര്യം പോലെ ഇനീഷ്യൽ കറണ്ട് എന്താണെന്നുള്ളത് എടുക്കാറുണ്ട്.
ഇനി എ സിയുടെ ഒരു ഫുൾ സൈക്കിളിൽ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ 0 ആണ് കിട്ടുക നമുക്കറിയാം. ബിക്കോസ് പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും, ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. പക്ഷെ ഒരു ഹാഫ് സൈക്കിളിൽ നമ്മൾ ആവറേജ് വാല്യൂ ഓഫ് എ സി എടുക്കുമ്പോൾ 2I0/π എന്നാണ് കിട്ടുക. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യണേ. ഐ ആവറേജ് ഇസ് ഈക്വൽ ടു I0/π. അത് 2ഉം പൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് 0.637 I0. Similarly, alternating voltage, average value of AC voltage over a half cycle is given by V average is equal to V0/π or V average is equal to, mistake, V average is equal to 0.637 V0. So, V average is equal to 0.637 V0. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നേരിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ സി ആണ്. ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് ഓവർ എ ഫുൾ സൈക്കിൾ തന്നെയാണ് നമ്മൾ പറയുക. എല്ലാ വാല്യൂവും സ്ക്വയർ ചെയ്ത് മീൻ എടുത്ത് റൂട്ട് എടുക്കുന്ന രീതിയിലാണ് അത് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ I is equal to I0/√2. RMS ആണ് ഉദ്ദേശിക്കുന്നത്. I0/√2. അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.707 I0 കിട്ടും. വോൾട്ടേജ് ആണെങ്കിൽ V0/√2 അല്ലെങ്കിൽ V is equal to 0.707 V0 കിട്ടും. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരു സർക്യൂട്ടിൽ എ സിയുടെ വാല്യൂ ഇത്ര വോൾട്ട് ഇത്ര ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് RMS വാല്യൂ ആണ്. ഓർമ്മിക്കണേ, നമ്മൾ ഒരു സർക്യൂട്ടിൽ എ സി 100 വോൾട്ട് 50 ഹെർട്സ് അങ്ങനെയാണ് പറയുന്നത്. സാധാരണ എ സിയുടെ പറയുമ്പോൾ വോൾട്ടേജും ഫ്രീക്വൻസിയും പറയും. അപ്പൊ 100 വോൾട്ട് 50 ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 50 ഹെർട്സ് എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസിയാണ്. 100 വോൾട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ പീക്ക് വാല്യൂ പറഞ്ഞു, ഇൻസ്റ്റൻസ് വാല്യൂ പറഞ്ഞു, RMS വാല്യൂ പറഞ്ഞു, എവറേജ് വാല്യൂ ഓവർ ഹാഫ് സൈക്കിൾ പറഞ്ഞു. അതിൽ RMS വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്, ഫ്രീക്വൻസിയുടെ കൂടെ ചേർത്ത് പറയുന്നത്. പ്രത്യേകിച്ച് പീക്ക് വാല്യൂ എന്നോ എവറേജ് വാല്യൂ എന്നോ ഇൻസ്റ്റൻസ് വാല്യൂ എന്നോ സ്പെസിഫൈ ചെയ്യാതെ ഒരു വോൾട്ടേജോ കറണ്ടോ തന്നിട്ടുണ്ടെങ്കിൽ അത് RMS വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. എ സി ഇൻഡക്ടറിലൂടെ പോകുമ്പോൾ ആ ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ XL is equal to ωL or 2π µL. ന്യൂ എന്നോ അല്ലെങ്കിൽ എഫ് എന്നോ ഉപയോഗിക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ട് റൊട്ടേഷനും യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഒരു കപ്പാസിറ്റർ കൊടുക്കുന്ന റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ X is equal to 1/ωc ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2π µc. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആണ്. Therefore, its unit is ohm. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയാലും കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയാലും അതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ അതേ ഡയമെൻഷൻ ആണ്. റെസിസ്റ്റൻസ് എന്ന ക്വാണ്ടിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു LCR സർക്യൂട്ട് ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും വരും. അവിടെ നമ്മൾ ഇംപിഡൻസ് ആണ് പറയുക. ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ LCR സർക്യൂട്ട്. ഇംപിഡൻസ് ഈസ് ഗിവൺ ബൈ √R² plus XL minus XC whole square. റൂട്ടിനുള്ളിലാണ് മുഴുവൻ. √R² plus XL minus XC whole square. ഇംപിഡൻസിന്റെ യൂണിറ്റും ഓം തന്നെയാണ്. ഇംപിഡൻസ് എന്ന് പറയുന്നതും റെസിസ്റ്റൻസിന് അതേ ഡയമെൻഷൻ ആണ്. ഇനി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ചില ടേംസ് ഇതൊക്കെ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് അറിയില്ല എന്ന കാരണം കൊണ്ട് മിസ്സാവാതിരിക്കാനുള്ള ചില ചോദ്യങ്ങൾ എയിം ചെയ്യാം. അഡ്മിറ്റൻസ്, റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് കോൾഡ് അഡ്മിറ്റൻസ്. നിങ്ങൾ അങ്ങനെയുള്ള കുറെ ടേം പഠിക്കുന്നുണ്ട് അല്ലെ. കണ്ടക്ടൻസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. അതുപോലെ ഇംപിഡൻസ് എന്ന ക്വാണ്ടിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് അഡ്മിറ്റൻസ് 1/Z. റിയാക്ടൻസ് എന്ന ക്വാണ്ടിറ്റിയുടെ റെസിപ്രോക്കൽ സസെപ്റ്റൻസ് എന്നാണ് പറയുക. അത് ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ് ആണെങ്കിൽ 1/ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതായത് 1/ωL. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് റെസിപ്രോക്കൽ. കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേര് കപ്പാസിറ്റീവ് സസെപ്റ്റൻസ് എന്നാണ്. ദാറ്റ് ഈസ് 1/XC അല്ലെങ്കിൽ 1/ωc ഓർ ωc എന്ന് കിട്ടും. ഇനി LCR സർക്യൂട്ട് റെസൊണൻസിലായിരിക്കുമ്പോൾ കറണ്ട് മാക്സിമം ആയിരിക്കും. റെസൊണൻസ് കണ്ടീഷൻ പ്രത്യേകത ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് 0 ആയിരിക്കും. എന്താണ് റെസൊണൻസിൽ ഇംപിഡൻസ് എന്ന് പറയുന്ന പ്യൂർലി റെസിസ്റ്റീവ് ആയിരിക്കും. കറണ്ട് മാക്സിമം ആയിരിക്കും, റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും അല്ലെ. അവിടെ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ F0 ഈക്വൽ ടു 1/2π √LC ആണ് നിങ്ങൾ പഠിച്ചത് റെസൊണന്റ് ഫ്രീക്വൻസി. പിന്നെ വരുന്നത് പവർ ആണ്. എവറേജ് പവർ
V0 I0 by 2 into cos phi എന്നാണ് ഇക്വേഷൻ. എസിയുടെ LCR സർക്യൂട്ട് ആവറേജ് പവർ അത് VRMS into IRMS into cos phi എന്ന് പറയാം. ഫൈ എന്ന് പറയുന്നത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ ആണ്. അല്ലെ, നമ്മൾ സാധാരണ പവർ ഫാക്ടർ എന്ന് പറയും. അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് VRMS into IRMS എന്ന ടേമിന് അപ്പാരന്റ് പവർ എന്ന് പറയാം. VRMS into IRMS into cos phi ആണ് ആവറേജ് പവർ. അപ്പൊ ആവറേജ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ ആണ് cos phi എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ വരുന്ന മറ്റൊന്ന് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിൽ നിങ്ങൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് ട്രാൻസ്ഫോമർ റേഷ്യോ അല്ലെ. ട്രാൻസ്ഫോമറിൽ പ്രൈമറിയും സെക്കൻഡറിയും കോയിൽസ് ഉണ്ടാവും. അതിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് NS ഉം പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് NP യും സെക്കൻഡറിയിലെ വോൾട്ടേജ് BS ഉം പ്രൈമറിയിലെ വോൾട്ടേജ് BP ആണെങ്കിൽ NS by NP is equal to BS by VP എന്ന ട്രാൻസ്ഫോമർ റേഷ്യോ നിങ്ങൾക്ക് അറിയാം. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ NS by NP is equal to BS by VP is equal to IP by IS. ശ്രദ്ധിക്കണം, NS by NP is equal to BS by VP is equal to IP by IS, not IS by IP. IP by IS. അത് ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന ഐഡിയയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് സെക്കൻഡറിയിലെ പവറും ഇൻപുട്ട് പവർ എന്നുള്ളത് പ്രൈമറിയിലെ പവറും ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു VSIS ഡിവൈഡഡ് ബൈ BP IP. ഓക്കെ, ഇത്രയാണ് ഇൻഡക്ഷൻ AC ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ചില പ്രധാനപ്പെട്ട ഇക്വേഷൻസ്. ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ബാക്കി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇക്വേഷൻസോ അല്ലെങ്കിൽ തിയറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ AC-യുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് പറയാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ കഴിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു നോക്കുക. കാരണം ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ബോർഡിലാണ്. ആ സമയത്ത് ചിലപ്പോൾ ഷെയർ ചെയ്ത പ്രോബ്ലം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം പറയുന്ന സമയത്ത് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഉണ്ടാവും, പിന്നീട് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ്. Okay. First one. What is the self-inductance of a coil which produces 5 volt when the current changes from 3 ampere to 2 ampere in 1 millisecond? Problem clear ആയി വിചാരിക്കുന്നു. കറണ്ട് 3 ആംപിയറിൽ നിന്ന് 2 ആംപിയറിലേക്ക് 1 millisecond കൊണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഇൻഡക്ടറിൽ 5 വോൾട്ട് EMF ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രോബ്ലം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ വളരെ പെട്ടെന്ന് ഡാറ്റ എടുത്തെഴുതുക. നമ്മൾ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും തമ്മിലുള്ള വ്യത്യാസം, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പലപ്പോഴും ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. പലപ്പോഴും നമ്മുടെ ഫസ്റ്റ് റീഡിങ്, ആദ്യത്തെ വായന ഒരു വെറും വായനയാണ്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യത്തെ വായന ഒരു വെറും വായനയായിരിക്കും. ആ വായന എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ, ഞാൻ പഠിച്ചൊരു ടോപ്പിക് എന്നുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു വെറും വായനയാണ്. രണ്ടാമത്തെ വായനയിലാണ് നമ്മൾ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ആ പ്രോബ്ലം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാമോ, എന്തൊക്കെ ഡാറ്റകൾ തന്നിട്ടുണ്ട്, ഏതിലേക്കാണ് എത്തേണ്ടത് എന്നുള്ളത് സെക്കൻഡ് റീഡിങ്ങിലാണ് പലപ്പോഴും, അല്ലെങ്കിൽ സെക്കൻഡിലോ തേർഡ് റീഡിങ്ങിലൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ എൻട്രൻസ് പോലുള്ള പരീക്ഷകൾക്ക് ടൈം വളരെ പ്രഷ്യസ് ആയതുകൊണ്ട് ഫസ്റ്റ് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു വെറും വായന എന്നുള്ള രീതിയിൽ വായിക്കാനേ പാടില്ല. ഒന്നാമത്തെ വായനയിൽ തന്നെ കാര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള വായിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. 5000 ഹെൻറി, അതേപോലെ 5 മില്ലി ഹെൻറി, 15 ഹെൻറി, 50 ഹെൻറി. ഓക്കെ, സോ ലെറ്റ് us do the problem. ഇതില് ഒന്നുമില്ല, നിങ്ങൾക്കറിയാം ഇക്വേഷൻ ഈസ് ഈക്വൽ ടു -L di/dt ആണ് ഇക്വേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കൊണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു -L di/dt ആണ് ഇക്വേഷൻ.
തന്നിരിക്കുന്ന ഡാറ്റകൾ എടുക്കുക. ഈ 5 വോൾട്ട് ആണ് അല്ലെ, ഈ 5 വോൾട്ട് ആണ്. ഡി ഐ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കറണ്ട് ആണ്. ഇവിടെ നെഗറ്റീവിന് ലെൻസസ് റൂള് അനുസരിച്ച് അത് ഒപ്പോസ് ചെയ്യുമെന്നുള്ള ഒരു മീനിങ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് നമുക്ക് തൽക്കാലം ലീവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് 2 നമ്മുടെ ഡിഫറൻസ് 1 കിട്ടും അല്ലെ. ഡി ടി എന്ന് പറയുന്ന ടൈം തന്നിട്ടുണ്ട്. ഡി ടി നമുക്ക് തന്നിരിക്കുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. 1 മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ -3 സെക്കൻഡ്. ഓക്കെ, 1 മില്ലി സെക്കൻഡ്. ഇതിന് എല്ലാം കണ്ടുപിടിക്കണം. എന്ത് കാണാം? E by dI by dt. വളരെ ഡയറക്റ്റ് പ്രോബ്ലം. E by dI by dt. So that is 5 by dI by dt. 1 by 10 raised to minus 5 by 1 by 10 raised to minus 3. നിങ്ങൾ പല കുട്ടികളും തെറ്റിക്കാനുള്ള സാധ്യത. ഇപ്പൊ തന്നെ ചില കുട്ടികളൊക്കെ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് 5 into 10 raised to minus 3. നമുക്ക് പെട്ടെന്ന് തോന്നുക 10 raised to minus 3 മുകളിൽ പോകുമ്പോൾ 10 ക്യൂബ് ആണ് കിട്ടുക എന്നുള്ളത് തോന്നുന്നുണ്ടാവും അല്ലെ. നമ്മൾ പലപ്പോഴും 10 raised to minus 3 മേലെ കൊണ്ടുപോകുമ്പോൾ 10 ക്യൂബ് ചെയ്യും. പക്ഷെ ഇത് 1 by 10 raised to minus 3 ആണ്. 1 by 10 raised to minus 3 നാച്ചുറലി അതേപോലെ മേലെ. അപ്പൊ നമുക്ക് കിട്ടും 5 into 10 raised to minus 3 ഹെൻറി എന്നാണ് കിട്ടുക. 5 into 10 raised to minus 3 എന്ന് പറഞ്ഞാൽ 5 മില്ലി ഹെൻറി. സോ 5 മില്ലി ഹെൻറി എന്നാണ് ആൻസർ. 5 മില്ലി ഹെൻറി എന്ന് പറയുന്നത് ചോയ്സ് ബി ആണ്. സോ ദ ആൻസർ ഈസ് 5 മില്ലി ഹെൻറി, ചോയ്സ് ബി. ഒരു എളുപ്പമുള്ള പ്രോബ്ലം തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇത് വളരെ സിമ്പിൾ ആണ്. ഈ 10 raised to minus 3 മുകളിൽ പോകുന്ന കാര്യത്തിൽ മാത്രം ചില കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം. അവര് അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കും. ഓക്കെ, സോ ദ ആൻസർ ഈസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. A straight line conductor of length 0.4 meter is moved with a speed 7 meter per second perpendicular to a magnetic field of intensity 0.9 Weber per meter square. Magnetic field of intensity 0.9 Weber per meter square. Magnetic field ന് ടെസ്ല എന്ന യൂണിറ്റും വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റും പറയാറുണ്ട്. കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ സാധാരണ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റും അതേപോലെ ടെസ്ല എന്ന യൂണിറ്റിലും പറയുന്നത്. വെബർ എന്നാണെങ്കിൽ അത് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. വെബർ എന്നാണെങ്കിൽ അത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ അത് ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ദ കണ്ടക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ദ കണ്ടക്ടർ. ഒന്നുമില്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം മോഷണൽ EMF ആണ്. ഓക്കെ, ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ലെങ്ത് 0.4 മീറ്റർ, സ്പീഡ് 7 മീറ്റർ പെർ സെക്കൻഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ബി എന്ന് പറയുന്നത് 0.9 വെബർ പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ we want to find the induced EMF. Induced EMF ആണ് കണ്ടുപിടിച്ചത്. Induced EMF is equal to dl. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 0.9, 0.4, length 0.4 and velocity 7 meter per second. So the answer 0.9 into 0.4 into 7. 0.9 into 0.4 into 7. Okay. ഇതിലേ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മള് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഉത്തരത്തിലേക്ക് ഒരു ലുക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ 0.9 into 0.4 into 7 ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ പ്രശ്നം, നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻസിന് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ബോർഡ് എക്സാമിന് നമ്മൾ ഇത്തരം ഒരു സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാൽക്കുലേറ്റർ ആണ് ഡിപെൻഡ് ചെയ്യുക. കാൽക്കുലേറ്റർ എന്താണോ പറയുന്നത് അതാണ് ആൻസർ. എൻട്രൻസ് എക്സാമിനേഷന് ഇത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന ബേസിക് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നന്നായിട്ട് അറിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അപ്പൊ കുറച്ചുകൂടി എളുപ്പം നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൻസറിലേക്ക് ഒരു ലുക്ക് ഉണ്ടാവും. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ 9 4 7 ജസ്റ്റ് അല്ലെ, 3 അക്കങ്ങൾ 0.9 0.4 7 9 4 7 9 4 7 4 into 9 അല്ലെങ്കിൽ 7 into 4 28. ലാസ്റ്റ് ഡിജിറ്റ് 8 8 into 9 72. അതായത് 7 into 4 28 ആണ് വരിക. 28നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അറ്റത്ത് 2 ആണ് കിട്ടുന്നത് അല്ലെ. അറ്റത്ത് 2 ആണ് കിട്ടുന്നത്.
അറ്റത്ത് 2 കിട്ടുന്ന ചോയ്സ്, 2 ചോയ്സ് ഉണ്ട്. 25.2 ഉണ്ട്, 2.52 ഉണ്ട്. ഞാനിത് ഒരു ടെക്നിക്കാണ് പറയുന്നത്. അതായത് ഇത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അറ്റത്ത് വരുന്ന ഒരു സംഖ്യ നോക്കുക, നമ്മുടെ ചോയ്സ് നോക്കുക. അപ്പൊ അറ്റത്ത് വരുന്ന സംഖ്യ 2 ആണ്. നമ്മുടെ ചോയ്സിൽ 2 വരുന്ന 2 ഉണ്ട്. 25.2 ഉണ്ട്, 2.52 ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഈ പ്രോബ്ലം കണ്ടാൽ തന്നെ അറിയാം, 7ന് 0.4ഉം 0.9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും 7നേക്കാൾ കുറഞ്ഞ ഒരു സംഖ്യയാണ്. 0.9ഉം 0.4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ ഒരിക്കലും 1 കിട്ടില്ല. 1നേക്കാൾ കുറവാണ്. 1നേക്കാൾ കുറവുള്ള ഒരു സംഖ്യ കൊണ്ട് ഒരു സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും അതിനേക്കാൾ ചെറുതാണ്. അപ്പൊ 7നേക്കാൾ ചെറിയ ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ 2 ചോയ്സിൽ ഒന്ന് 25.2, ഒന്ന് 2.52. അതിൽ 7നേക്കാൾ കുറഞ്ഞ 2 അറ്റത്ത് വരുന്ന സംഖ്യ 2.52 ആണ്. സോ ദ ആൻസർ ക്യാൻ ബി 2.52. ഇത് ഞാൻ ഈ പറഞ്ഞതല്ലേ, നിങ്ങൾ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിച്ചു. ഇത് ഫ്ലോപ്പ് ആവുന്ന കേസുകൾ ഉണ്ടാവേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോ നമുക്ക് അനുകൂലമല്ലാണ്ട് വരും. കാരണം ചിലപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാക്കാം. 4ാമത്തെ ഓപ്ഷൻ ഇതൊന്നുമല്ല, അല്ലെ, നൺ ഓഫ് ദി അബോവ്. അങ്ങനെയാണെങ്കിൽ പെട്ട്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലോജിക്ക് ചിലപ്പോ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവണമെന്നില്ല. കൃത്യമായിട്ട് 4 ആൻസറുകളും അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോജിക്ക്, നമ്മളൊരു ലോജിക്ക് വെച്ചുകൊണ്ട് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാം. അതിലൊരു തെറ്റുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് പലപ്പോഴും ഇത്തരം പരീക്ഷകളൊക്കെ കിട്ടാറുള്ളത്. നേരായ വഴിക്ക് പോകുന്നതിനേക്കാളും ആ രീതിയിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഞാൻ ഈ പ്രോബ്ലത്തിൽ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 2.52 വോൾട്ട്. ചോയ്സ് ഡി ആണ്. ചോയ്സ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, അടുത്തത് എ സി ആണ്. എ സി ഇൻഡക്ഷൻ കൂടി രണ്ടും ഒന്നിച്ച് തന്നെയാണ് പ്രോബ്ലംസ് പറയുന്നത്. ഇൻ എൻ AC circuit, the current flowing is I is equal to 5 sin 100t minus 5 ampere. And the potential difference of voltage P is equal to 200 sin 100t volts. The power consumption is equal to 20 watt, 0 watt, 1000 watt, 40 watt. ഇപ്പൊ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? എനിവൺ? ഒറ്റ നോട്ടത്തില് ഈ ചോദ്യം ഒരു ഏവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യാം, അല്ലെ? കാരണം ഈ സൈൻ കോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ 5/2 ഈ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഓസിലേഷൻ ബേസ് ഉള്ള ചാപ്റ്ററിലൊക്കെ ഇക്വേഷൻ ഒക്കെ കണ്ട് ഒരു അല്ലെ, നമുക്ക് ആ ഒരു തൃപ്തിയല്ലാത്ത ചില ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും പല ആൾക്കാർക്കും. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കേൾക്കുക. പക്ഷെ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ആൻസർ 0 വാട്ട് എന്നാണ്. 0 വാട്ട് എന്നാണ് ഉത്തരം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ ചോദ്യം നോക്കി അറിയാം. I is equal to 5 sin 100t minus 5/2. അല്ലെ? വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 200 sin 100t വോൾട്ട്. വോൾട്ടേജിന്റെ ഇക്വേഷനും കറണ്ടിന്റെ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം 5/2 ആണ്. കറണ്ടിന്റെ ഇക്വേഷനിൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇല്ലാത്ത ഒരു -5/2 ഉണ്ട്, which means current lags behind voltage. അങ്ങനെയാണ് നമ്മൾ പറയാം, അല്ലെ? പ്ലസ് ആണ് വരുന്നതെങ്കിൽ ലീഡ് ചെയ്യും, മൈനസ് ആണ് വരുന്നതെങ്കിൽ ലാഗ് ചെയ്യും. കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഒരേ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്ന 2 ഇക്വേഷനിൽ ആ ഫേസ് ആംഗിൾ പ്ലസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റി ലീഡ് ചെയ്യുന്നത്, മൈനസ് വരുന്നത് ലാഗ് ചെയ്യുന്നു. ഇവിടെ കറണ്ട് ഇക്വേഷൻ -5/2 വരുമ്പോൾ ഈ ഇക്വേഷന്റെ മീനിങ് എത്രയുള്ളൂ? കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ 5/2. കറണ്ട് ലാഗ് ചെയ്യുന്നു 5/2. നമുക്ക് ലാഗോ ലീഡോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ഫേസ് ആംഗിൾ 5/2 ആണ്. കറണ്ടും വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് ആംഗിൾ 5/2 ആണ്. We know that average power is equal to VRMS into IRMS into cos. ഇതാണ് average power equation. So power consumption equal to VRMS into IRMS into cos pi. Cos pi/2 cos 90 is equal to 0. Power is equal to. That is very simple.
ഈ ക്വസ്റ്റ്യൻ വലിയ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇത്. നെക്സ്റ്റ്, സാറ് ശബ്ദം ഒന്ന് കൂട്ടാൻ സംസാരം. ഓക്കെ ഓക്കെ ഓക്കെ, വോയിസ് ഓക്കെ. ഞാനത് ബോർഡിലേക്ക് തിരിയുമ്പോൾ കുറച്ച് പ്രശ്നം കുറയുന്നുണ്ട്. അതെ. In a series LCR circuit, the voltage across resistance, capacitance, inductance is 10 volt each. If the capacitance is short circuited, the voltage across inductance will be. ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം ആണ്, അത്ര ഡയറക്റ്റ് അല്ല. ഒരു സീരീസ് LCR സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും ഇൻഡക്ടൻസിന്റെയും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 10 വോൾട്ട് ആണ്. അതില് നമ്മള് കപ്പാസിറ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ, കപ്പാസിറ്റൻസ് ആ സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ ഇൻഡക്ടൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയായി മാറുമെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടൻസ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെ ചെയ്യാം? ഒന്ന് ചോദ്യം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, സോ മൂന്ന് ക്വാണ്ടിറ്റിയാണ് വരുന്നത് അല്ലെ? റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്. ഇത് മൂന്നുമായി ബന്ധപ്പെട്ട റെസിസ്റ്റൻസുകൾ R, XL, XC. R, XL, XC. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, XL എന്ന് പറയുന്ന ഇൻഡക്റ്റീവ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, XC എന്ന് പറയുന്ന കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഇൻഡക്ടർ റെസിസ്റ്റൻസിനെ നമ്മൾ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ദാറ്റ് ഇസ് IRMS into R എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ഈസ് IRMS into R. Similarly, voltage across inductance, VL is equal to IRMS into XL. Voltage across capacitance, VC is equal to IRMS into XC. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസും 10 വോൾട്ട് ആണ്, which means VL equal to VC is equal to VR. ഈ മൂന്ന് വോൾട്ടേജും 10 ആണ്. VL-ഉം 10 ആണ്, VC-യും 10 ആണ്, VR-ഉം 10 ആണ്. ഇത് മൂന്നും 10 ആണ്. ഒരു സീരീസ് LCR സർക്യൂട്ടിൽ IRMS സെയിം ആണ്. സീരീസ് LCR സർക്യൂട്ടിൽ ഈ എല്ലാ കമ്പണന്റിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. വോൾട്ടേജ് സെയിം ആവണമെങ്കിൽ the basic condition is R equal to XL equal to XC. നമ്മൾ ആദ്യം എത്തിച്ചേരേണ്ട കൺസെപ്റ്റ് ആണ്. ഒരു LCR സർക്യൂട്ടിൽ ഇൻഡക്ടർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സെയിം ആവണമെങ്കിൽ റെസിസ്റ്റൻസ് is equal to inductive reactance is equal to capacitive reactance. So we can write R equal to XL equal to X. ഈ ഓരോ വോൾട്ടേജ് 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ഉള്ള സമയത്ത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് VRMS, അതായത് ഒരു LCR സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ്. ദ ഇക്വേഷൻ ഈസ്, വോൾട്ടേജ് കാണാൻ എപ്പോഴും കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ വോൾട്ടേജ് VRMS, കറണ്ട് IRMS. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു LCR സർക്യൂട്ടിൽ അത് ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് ഇക്വേഷൻ R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. So total voltage VRMS equal to IRMS R² plus XL minus XC whole square. പക്ഷെ XL equal to XC നമ്മൾ പറഞ്ഞു, XL equal to XC നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ടേം 0. XL equal to XC ആയതുകൊണ്ട് XL minus XC 0 ആവും. We get IRMS into root of R² R. So RMS value of voltage is equal to IRMS into R. ഇത് 10 വോൾട്ട് ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് മാത്രമുള്ള വോൾട്ടേജ് എടുത്താൽ മതി, അത് 10 വോൾട്ട് ആണെന്ന് നമുക്ക് അറിയാം. ഇനി അപ്പൊ IRMS into R 10 വോൾട്ട്, IRMS into R 10 വോൾട്ട്, IRMS into R
10 volt. Now the capacitor is short circuited. Capacitor short circuit ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തെ കറന്റ് IRMS equal to സർക്യൂട്ടിലെ ആകെ വോൾട്ടേജ് divided by square root of R square plus XL square. കപ്പാസിറ്റർ ഇല്ലെങ്കിൽ പിന്നെ R square plus XL square ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. കപ്പാസിറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് √R square plus XL square. നിങ്ങൾ എല്ലാ സർക്യൂട്ടും പഠിച്ചു. സോ കറന്റ് is equal to VRMS by R square plus XL square. പക്ഷേ VRMS 10 ആണെന്ന് നമുക്കറിയാം. VRMS equal to 10. തൊട്ട് മുമ്പേ കിട്ടി. സർക്യൂട്ടിലെ ആകെ വോൾട്ടേജ് 10 ആണ്. Therefore 10 divided by √R square plus XL square. എന്നുണ്ട്. പക്ഷേ XL എന്ന് പറയുന്നത് R ആണ്. നേരത്തെ കിട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ R equal to XL equal to XC. അതിൽ XC നമ്മൾ റിമൂവ് ചെയ്തു. XL equal to R ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ IRMS equal to 10 divided by √R square plus R square. So IRMS equal to 10 by √R square plus R square, which is equal to 10 divided by R square plus R square to R square, अथवा √2R. R square plus R square to R square കിട്ടും. R square √R ആയിട്ട് വരും. ബാക്കി √2. ഇതാണ് ഈ എല്ലാ സർക്യൂട്ടിലെ കപ്പാസിറ്റർ ഡിസ്കണക്ട് ചെയ്ത സർക്യൂട്ടിലെ കറന്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻഡക്ടർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ. ഇൻഡക്ടർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL is equal to IRMS into X. ഇപ്പൊ കിട്ടിയ കറന്റ് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇതേ കറന്റ് ആണ് റെസിസ്റ്റൻസോടെ ഫ്ലോ ചെയ്യുക. ഇതേ കറന്റ് തന്നെയാണ് ഇൻഡക്ടറോടെ ഫ്ലോ ചെയ്യുക. സോ ഇൻഡക്ടർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VL is equal to IRMS into XL. But XL is equal to R. XL is equal to R. IRMS equal to 10 by √2R. So we get IRMS ന് പകരം 10 by √2R into XL എന്ന് പറഞ്ഞ R തന്നെയാണ്. So R get cancelled. We get the answer 10 by R മാറി പോയി കഴിഞ്ഞാൽ നമുക്ക് 10 by √2 എന്ന ആൻസർ കിട്ടും. 10 by √2 എന്ന ചോയ്സ് വരുന്നത് A ആണ്. ചോയ്സ് A 10 by √2. ഇവിടെ ചെയ്തത് ഇതിൽ കിട്ടുന്ന ചില കൺസെപ്റ്റുകളാണ്. അതായത് 3 കമ്പോണന്റിലെയും വോൾട്ടേജ് ഈക്വൽ ആകണമെങ്കിൽ 3ന്റെയും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. R equal to XL equal to XC ആയിരിക്കണം. അങ്ങനെ XL equal to XC വരുന്ന ഒരു സർക്യൂട്ടിൽ വരുന്ന LCR സർക്യൂട്ടിൽ അത് റെസൊണൻസിലായിരിക്കും ഉണ്ടാവും അല്ലെ. XL - XC 0 ആകുമ്പോൾ അത് റെസൊണൻസ് ആയിരിക്കും. അവിടെ റെസിസ്റ്റൻസിലെ വോൾട്ടേജിലേക്ക് ടോട്ടൽ വോൾട്ടേജ് നമുക്ക് കിട്ടി. ഇനി ആ ടോട്ടൽ വോൾട്ടേജ് ഇൻഡക്ടറും റെസിസ്റ്റൻസും മാത്രമുള്ള സർക്യൂട്ടിൽ ആ ടോട്ടൽ വോൾട്ടേജ് വെച്ച് കറണ്ട് കണ്ടുപിടിക്കാം IRMS. അപ്പൊ ഇങ്ങനെ കിട്ടും. അതിൽ XL പകരം നമ്മൾ R കൊടുത്താൽ ഇത് ആ കിട്ടിയ കറണ്ടിനെ XL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഥവാ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും. ഇത് സ്റ്റെപ്പ് ബൈ ചെയ്തേ ഉള്ളൂ. ഒറ്റ പറയലിൽ ശരിക്കും കിട്ടാൻ സാധ്യത കുറവാണ്. നിങ്ങൾ നോട്ട് ചെയ്ത കാര്യം പിന്നീട് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സമാധാനമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള ക്ലാസ്സിന്റെ ഒക്കെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് കേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്ന് എഴുതിയെടുത്ത് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് ആലോചിച്ച് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം. A small piece of metal wire is dragged across the gap between the pole pieces of a magnet in 0.4 seconds. Okay. If the magnetic flux between the pole pieces is known to be 8 × 10⁻⁴ Weber, then induced EMF in the wire. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഫ്ലക്സ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, നമ്മളോട് ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നാണ് ചോദിച്ചത്.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. വെബർ എന്ന യൂണിറ്റ് കണ്ടത്. മാഗ്നറ്റിക് ഫ്ലക്സ് ബിറ്റ്വീൻ ദ പോൾ പീസസ് ഈസ് നോൺ ടു ബി 8 × 10⁻⁴ വെബർ. വെബർ എന്ന് പറയുന്ന ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. ടൈം തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. ഈസ് ഈക്വൽ ടു d∅/dt എന്ന ഇക്വേഷനെ വേണ്ടു അല്ലെ. ഈസ് ഈക്വൽ ടു d∅/dt നേരിട്ട് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. d∅ എന്ന് പറയുന്നത് ഫ്ലക്സിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ഇത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈനൽ ഫ്ലക്സ് 0 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്ന ആ ഫ്ലക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് 8 × 10⁻⁴ ഡിവൈഡ് ബൈ ടൈം 0.4. 8 × 10⁻⁴ ഡിവൈഡ് ബൈ 0.4. ഡയറക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. 0.4 4 ആയി കഴിഞ്ഞാൽ ഇവിടെ 10⁻⁻ ഇതൊക്കെ ചെയ്യുന്നറിയാലോ. 0.4 മേലെ 8 താഴെ 0.4 കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ 0.4 4 എന്ന് അസ്യൂം ചെയ്യാം. 0.4 4 എന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഒരു 10⁻⁻1 ഉണ്ടാവും. അറിയാലോ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം. ഇത് മനക്കണക്കാണേ, ഞാൻ ചെയ്ത പോലെ എഴുതി നോക്കാൻ നിൽക്കരുത്. 0.4 4 10⁻⁻1 അസ്യൂം ചെയ്യാം. അപ്പൊ വളരെ സിമ്പിൾ ആവും. 4 8 × 2 ആയി. 10⁻⁻1 മേലെ പോകുമ്പോൾ 10⁻⁻1 +1 ആവും. 10⁻+1 ഉം 10⁻⁻4 കൂടി 10⁻⁻3. So the answer is 2 × 10⁻⁻3 volt. 2 × 10⁻⁻3 volt. ചോയ്സ് സി ആണ്. നിങ്ങൾ അതിൽ കാണുന്ന സി ആണ് ചോയ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യം. കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് 2 microfarad is connected in a tank circuit of an oscillator oscillating with a frequency 1 kHz. If the current flowing in the circuit is 2 milliampere, the voltage across the capacitor will be. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര എന്നാണ് ചോദ്യം. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അല്ലെ. കപ്പാസിറ്റർ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC, കപ്പാസിറ്റർ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC ആണെങ്കിൽ we can write VC is equal to the current. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് IRMS എന്ന് വിചാരിക്കാം. ഞാൻ എഴുതിയതാ, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഇത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ്, ഇത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ I ഇൻറ്റു വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസിന്റെ ടേം ആണ് ഇവിടെ വരുന്നത്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസിന്റെ ടേം ആണ് വരുന്നത്. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്, XC ആണ്. ചില കുട്ടികൾ VC = I × C എന്നൊക്കെ അങ്ങ് എഴുതി പോകും. I × R എന്ന് എഴുതുന്നത് പോലെ I × C എന്ന് എഴുതാൻ പറ്റില്ല. I × R എന്ന് എഴുതിയാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. I × XC എന്നാണ് എഴുതേണ്ടത്. ഇൻഡക്ടർ ആണെങ്കിൽ I × XL എന്നാണ് എഴുതേണ്ടത്. ഇവിടെ VC = I × X. I × XC 1/ωc. Capacitive reactance is 1/ωc. Omega 2π. So I × 1/2π µc. 1/2π µc. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. I എത്ര? I തന്നിട്ടുണ്ട് 2 × 2 milliampere. 2 × 10⁻³ into 1/2 milliampere. 2 × 10⁻³ 1/2 into 3.14. 2 into 3.14 into nu 1 kHz 10 cube. 1 kHz 10 cube. Now C 2 microfarad. 2 into 10⁻⁻6. So the microfarad ആണ്. microfarad farad ആകുമ്പോൾ 2 into 10⁻⁻6. Okay. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.16 വോൾട്ട് ആണ്. ചെയ്താൽ 0.16 വോൾട്ട് കിട്ടും. ചെയ്യാനുള്ള ഒരു എളുപ്പം അല്ലെ,
ഇത് നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതി നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. 2 ഇവിടെ 2 അല്ലെ, ഇവിടെ 2. അപ്പൊ ഈ 2 പോയി. 10⁻³ 10³ 10⁻⁻6 കൂടി 10⁻⁻3. ഡിനോമിനേറ്ററിൽ 10³ 10⁻⁻6 കൂടി 10⁻⁻3. ആ 10⁻⁻3 മുകളിൽ പോകുമ്പോൾ 10³ അല്ലെങ്കിൽ ആ 10⁻⁻3 10⁻⁻3 ക്യാൻസൽ ചെയ്തു. ചുരുക്കത്തിൽ 10ന്റെ പവർ ഒക്കെ ക്യാൻസൽ ചെയ്തു. 10ന്റെ പവർ ആയിട്ട് വരുന്നൊക്കെ ക്യാൻസൽ ചെയ്തു. ബാക്കി 2 2 ഉണ്ടാവും ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 2 ഒരു 3.14 മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1/2 × 3.14 6.3 1/2 × 3.14 അഥവാ 1/6.28 എന്നാണ് കിട്ടുക. ഈ 1/6.8 ഒന്ന് ആലോചിച്ച് നമ്മുടെ ചോയ്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ 0.16 പെട്ടെന്ന് എത്താൻ പറ്റും. 1/6.28 അല്ലെ, അത് 10/6.28 എന്ന് വിചാരിക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് മേഖലയൊക്കെ എടുക്കണം. 1നെ 10 ആക്കുമ്പോൾ ഒരു 10⁻⁻1 ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 10/6.28 എപ്പോഴും 1 point something ആണല്ലോ. 10/6 എന്ന് പറയുമ്പോൾ അത് 1 point something ആണല്ലോ. പക്ഷേ ഒരു 10⁻⁻1 ഉള്ളതുകൊണ്ട് 0.1. 0.1 വരുന്ന ഒന്നാണ് ആൻസർ. നമ്മുടെ ചോയ്സിൽ 0.1 വരുന്ന ഒരു ചോയ്സ് ഏതും ഡി ആണ്. അത് 0.16 വോൾട്ട് ആണ്. എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. 10ന്റെ പവർ 8. So the answer is 0.16 volt. Choice D. Choice D. അടുത്ത ക്വസ്റ്റ്യൻ. Next, a rod of length 20 centimeters rotating with angular speed of 100 revolutions per minute in a magnetic field of strength 0.5 Tesla. What is the potential difference between two ends of the rod? ഇത് ഓൾറെഡി ഞാൻ ഇക്വേഷൻ പറഞ്ഞു, 1/2 BL² ഒമേഗ. ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യേ, ഒന്ന് നോട്ട് ചെയ്യാം. റോഡ് ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ. അപ്പോ ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. മാഗ്നറ്റിക് ഫീൽഡ് 0.5 ടെസ്ല. 100 revolutions per minute. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 100 revolutions per minute. ഒരു മിനിറ്റിൽ 100 റെവല്യൂഷൻ. ക്ലിയർ ചെയ്യണേ. 60 സെക്കൻഡിൽ 100 revolution. ഒരു മിനിറ്റിൽ 100 റെവല്യൂഷൻ. ദാറ്റ് മീൻസ് 60 സെക്കൻഡിൽ 100 റെവല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ 100/60 റെവല്യൂഷൻ. 1 സെക്കൻഡിലുള്ള റെവല്യൂഷൻസിന്റെ എണ്ണത്തിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുക. സോ ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ 100/60 ഹെർട്സ്. Frequency is given by 100/60 hertz. Then omega is equal to 2π. ഞാൻ പറഞ്ഞു റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ നിന്ന് ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസിയെ 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ കിട്ടും. സോ 2π × 100/60 ആണ് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ is equal to 2π × 100/60. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളോട് ഇക്വേഷൻ പറഞ്ഞു. ഇൻഡ്യൂസ്ഡ് EMF it is given by 1/2 BL² ഒമേഗ. ഒരു റോഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ BLB എന്നല്ല, 1/2 BL² ഒമേഗ എന്നാണ്. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 × B എത്രയാണ്? 0.5. 0.5 × L². L² എന്ന് പറയുന്നത് L 20 × 10⁻². L എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. 20 × 10⁻². അത് സ്ക്വയർ ചെയ്യുമ്പോൾ 40 × 10⁻⁴. L² ആണ്. L സ്ക്വയർ ചെയ്യുമ്പോൾ 40 × 10⁻⁴ ഇൻറ്റു ഒമേഗ. ഒമേഗ 2 × 3.14 × 100/60. 2 × 3.14 × 100/60. ബോർഡ് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് നോട്ടി. 2 × 3.14 × 100/60. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതില് ഇത് ചെയ്തു കഴിഞ്ഞാൽ 1 ആയി. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും ഭാഗം 0.5 എന്ന് പറഞ്ഞാൽ 1/2. 0.5 എന്ന് പറഞ്ഞാൽ 1/2.
1/2, 1/2, 1/4. ഓക്കെ, ഇവിടെ ഒരു 40 വരുന്നു, ഒരു 10⁻⁻⁴. അല്ലേ? ഇത് 400 അല്ലേ? 20 സെന്റിമീറ്റർ ആണല്ലോ. 20 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ 400 × 10⁻⁴ ആണല്ലോ. ഞാൻ 40 എന്നാണ് എഴുതിയത്. 20 സെന്റിമീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ 400 × 10⁻⁴. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1/2, 2 × 2 4 ആവും. ഇവിടെ ഒരു 4 ഉണ്ട്, 400 × 10⁻⁴. ഇതൊക്കെ ചെയ്ത് ഞാൻ 1 കിട്ടും. ബാക്കി ഇത്ര ഉണ്ടാവും. 2 × 3.14 × 100/60 എന്നാണ് ബാക്കി ഉണ്ടാവുക. അത് വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം 6.28 × 100/60 ഇത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ 62.8/60 × 10 ആണ് കിട്ടുക. 10⁻⁻⁴. Six 6.28/60 × 100 62.8 വർക്കൗട്ട് ചെയ്താൽ 0.105 വോൾട്ട് 0.105 വോൾട്ട് എന്ന് കിട്ടും. അങ്ങനെ ചോയ്സ് ഇല്ലേ? ഡി, ചോയ്സ് ഡി 0.105 വോൾട്ട് എന്ന ആൻസറിലേക്കാണ് എത്തും. നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം. In a magnetic field of 0.05 Tesla, in a magnetic field of 0.05 Tesla, area of coil changes from 101 centimeter square to 100 centimeter square without changing the resistance, which is 2 ohm. The amount of charge that flows during this period is. ശ്രദ്ധിക്കണേ, ഈ പ്രോബ്ലത്തിലുള്ള ചെറിയ പ്രശ്നം എന്താണെന്ന് ചാർജ് ആണ് ചോദിച്ചത്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് 0.05 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിലിന്റെ ഏരിയ 101 സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 100 സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കോയിലിന്റെ റെസിസ്റ്റൻസ് മാറുന്നില്ല, 2 ohm ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ചാർജ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യേ. ഇവിടെ d∅ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻറ്റു ഏരിയ, b × d ഏരിയ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന മിക്കവാറും കേസുകളിൽ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവാൻ കാരണം ഫീൽഡിൽ ചേഞ്ച് ആണ്. പക്ഷെ ഇവിടെ ഫീൽഡ് അല്ല, ഏരിയ ആണ് മാറുന്നത്. ഏരിയ ഉണ്ടാകുന്ന മാറ്റമാണ് ഫീൽഡ് മാറ്റുന്നത്. അപ്പോൾ ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫീൽഡ് ഇൻറ്റു ഏരിയ ഉണ്ടാകുന്ന d∅ is equal to b × d. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMF is d∅/dt. ഇവിടെ b കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫൈക്ക് പകരം b × d എന്ന് എഴുതുമ്പോൾ we can write b × da/dt. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ. ഇൻഡ്യൂസ്ഡ് EMF b × da/dt. പലപ്പോഴും നമ്മൾ a × dB/dt എന്നാണ് പറയാ. പക്ഷെ ഇവിടെ ഏരിയ മാറുന്നത് കൊണ്ട് b × da/dt ആണ് ഫ്ലക്സ്, സോറി ഇൻഡ്യൂസ്ഡ് EMF. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കൊണ്ട് അതിനെ നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ EMF-നെ വേണമെങ്കിൽ നമുക്ക് I × R ഉണ്ട്. ആ കോയിലിന്റെ റെസിസ്റ്റൻസ് ആറും ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ we can write is equal to I × R. But I can replace dq/dt. കറണ്ട് എന്നുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഇതാ. സോ dq/dt × R. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF-ന് dq/dt × R എന്ന് എഴുതാം. ഇൻഡ്യൂസ്ഡ് EMF-ന് b × da/dt എന്ന് എഴുതാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? dq/dt × R, dq/dt × R is equal to b × da/dt. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ. dq/dt × R, അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് is equal to, ഇത് നമ്മൾ ഓംസ് ലോ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇത്
ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിന്ന് കിട്ടുന്ന EMF-ഉം ഓംസ് ലോയും കൂടെ ഇൻക്രീസ്. ഡീറ്റ് രണ്ട് സൈഡ് ഒരേ സമയത്താണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്. നമ്മുടെ ഡീറ്റ് രണ്ട് സൈഡ് നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ we can write R into dq is equal to B into R into dq is equal to B into dA. Okay. R into dq is equal to B into dA. അഥവാ dq is equal to B into dA divided by ഇത് ചെയ്താൽ മതി. ഇതിലൊക്കെ തന്നിട്ടുണ്ട്. ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് കണ്ടുപിടിക്കാൻ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് 0.05 ടെസ്ല, 0.05 ടെസ്ല ഇൻറ്റു ഏരിയ. ഏരിയ ചേഞ്ച് ഏരിയ ആണ്. ഏരിയ ചേഞ്ച് ചെയ്യുന്നത് 101 സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 100 സെന്റിമീറ്റർ സ്ക്വയറിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 1 സെന്റിമീറ്റർ സ്ക്വയർ മീൻസ് 10⁻⁴ മീറ്റർ സ്ക്വയർ. 101 സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 100 സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് ഏരിയ മാറും എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ചേഞ്ച് ഇൻ ഏരിയ. 1 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 10⁻² സെന്റിമീറ്റർ ആണ് മീറ്റർ. അത് സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁴ ഡിവൈഡ് ബൈ R. റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് given by 2. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഡയറക്റ്റ് അല്ലേ, പെട്ടെന്ന് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.5 × 10⁻⁶ 2.5 × 10⁻⁶ കൂളം എന്ന് കിട്ടും. 2.5 × 10⁻�6 കൂളം. ചോയ്സ് എ ആണ്. 2.5 × 10⁻�6 കൂളം. ചോയ്സ് എ. ടീച്ചറെ സമയത്തിന്റെ വിഷയം ഉണ്ടോ? 9 നമുക്ക് കുറച്ചുകൂടി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ക്വസ്റ്റ്യൻ കുറെ ഉണ്ട്. 9:15 നിർത്താം അല്ലേ? 9:15 നിർത്താം അല്ലേ? ആയിക്കോട്ടെ. 2 മിനിറ്റ് കൂടി പറയാം അല്ലേ? ഞാനെന്താ വെച്ചാല് പിന്നെ ആരും ഇല്ല, എല്ലാവരും പോയോന്നുള്ള ഡൗട്ടായി പോയി പെട്ടെന്ന്. എല്ലാ ആൾക്കാരുണ്ട്, യൂട്യൂബിലുണ്ട്. ഒരു മോണോലോഗ് ആണോ എന്നുള്ള ഡൗട്ട് പെട്ടെന്ന്. ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 9. അടുത്ത ചോദ്യം, the coefficient of mutual induction of two circuits A and B is 3 millihenry. Coefficient of mutual induction of two circuits A and B is 3 millihenry. And their respective resistances are 10 ohm and 4 ohm. 10 ohm and 4 ohm. How much current should change in 0.02 seconds in the circuit A so that the induced current in B should be 0.006 ampere? 0.006 ampere. രണ്ട് സർക്യൂട്ടുകൾ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ 3 millihenry എന്നിട്ടുണ്ട്. ഒന്നാമത്തെ സർക്യൂട്ട് റെസിസ്റ്റൻസ് 10 ohm, രണ്ടാമത്തേത് 4 ohm. അങ്ങനെയാണെങ്കിൽ അത് എ ബി എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എയും ബിയും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് 3 millihenry. എയുടെ റെസിസ്റ്റൻസ് 10 ohm, ആർ എ എന്ന് എഴുതാം. ബിയുടെ റെസിസ്റ്റൻസ് 4 ohm, അതിനെ ഞാൻ ആർ ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കണേ. 0.02 സെക്കൻഡ് കൊണ്ട് എയില് എത്ര കറണ്ട് ചേഞ്ച് ചെയ്താലാണ് ബിയില് 0.006 ആംപിയർ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത്? എയിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കൊണ്ട് ബിയിൽ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് തന്നിട്ടുണ്ട്. എയിലെ കറണ്ടിന്റെ ചേഞ്ച് എത്രയാകുമ്പോഴാണ് ബിയിൽ ഇത്രയും കറണ്ട് ഉണ്ടാകുന്നതാണ് ക്വസ്റ്റ്യൻ. ചോയ്സ് 0.16 ആംപിയർ, 0.24 ആംപിയർ, 0.16 ആംപിയർ, 1.6 ആംപിയർ, 0.18 ആംപിയർ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസ് 3 millihenry, എയുടെ റെസിസ്റ്റൻസ് 10 ohm.
RA. B യുടെ റെസിസ്റ്റൻസ് 4 RB. B യുടെ കറണ്ട് 0.006 ആംപിയർ അല്ലെ. എയില് ടൈമിലുള്ള ചേഞ്ച്, എയില് കറണ്ട് ചേഞ്ച് ചെയ്യുന്ന ടൈം തന്നിട്ടുണ്ട്, അത് 0.02 സെക്കൻഡ്. 0.02 സെക്കൻഡ്. ചോദ്യം എയുടെ കറണ്ട് ചേഞ്ച് IA ആണ് കണ്ടുപിടിക്കുന്നത്. ബിയുടെ കറണ്ട് തന്നിട്ടുണ്ട്, ബിയിൽ ഇത്രയും കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ സമയം കൊണ്ട് എയിൽ എത്ര കറണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. എയിൽ എത്ര കറണ്ട് ചേഞ്ച് ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ബിയിലെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് EB, which means ബിയുടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ that is equal to rate of change of magnetic rate of change of current in A, M into DIA by A. നമ്മൾ പലപ്പോഴും മ്യൂച്വൽ ഇൻഡക്ഷന്റെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഈ നൊട്ടേഷൻ ശ്രദ്ധിക്കുക. തിയറി പറയുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷന്റെയും സെൽഫ് ഇൻഡക്ഷന്റെയും ഇക്വേഷൻസ് ഒരേപോലെയാണ് പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ വളരെ ഈസിയിൽ പറഞ്ഞു പോകുന്ന കാര്യമാണ്. അതായത് E is equal to L into DA by D, E is equal to M into DA by D, രണ്ടും ഒരേപോലെ പറയാം. പക്ഷെ ഒന്ന് ഒരു കോയിലിലെ ചേഞ്ച് കൊണ്ട് അതേ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്, രണ്ടാമത്തേത് ഒരു കോയിലിലെ ചേഞ്ച് കൊണ്ട് മറ്റേ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന. ഇവിടെ വളരെ ക്ലിയർ ആണ്. EB എന്ന് പറഞ്ഞാൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, പക്ഷെ എയിലെ കറണ്ടിന്റെ ചേഞ്ച് ആണ് DIA by dt. ഓക്കെ, ഇനി E എന്നുള്ളതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF EB ആണെങ്കിൽ അതിനെ വേണം നമുക്ക് എന്ത് ചെയ്യാം, IB ആണ്. IB എന്ന് പറഞ്ഞാൽ ബിയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ബിയുടെ റെസിസ്റ്റൻസ്. ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്നുള്ളത് ഓംസ് ലോ ഉപയോഗിച്ച് IBRB. സോ വി ക്യാൻ റൈറ്റ് IBRB is equal to M into DIA by D. ഇനി വളരെ ക്ലിയർ അല്ലേ, IB തന്നിട്ടുണ്ട്, RB തന്നിട്ടുണ്ട്, M തന്നിട്ടുണ്ട്, DT തന്നിട്ടുണ്ട്. DT തരുക നമുക്ക് കണ്ടുപിടിക്കുന്നത് DIA ആണ്. ഞാൻ സമയം കൊണ്ട് കംപ്ലീറ്റ് വർക്ക്ഔട്ട് ചെയ്തില്ല. IBRB is equal to M into DIA by D, DIA ആണ്. ബാക്കിയൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ 0.16 ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ 0.16 ആംപിയർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയുള്ളൂ. IBRB is equal to M into DIA by D. അതിൽ DIA ആണ് കണ്ടുപിടിക്കേണ്ടത്, ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നെക്സ്റ്റ്, നമ്മൾ AC ഒന്നും തീരെ പ്രോബ്ലം വന്നിട്ടില്ല അല്ലേ? AC-യിലേക്ക് പോവാം. ഇതൊരു പെട്ടെന്ന് പറയാവുന്ന പ്രോബ്ലം ആണ്. ഇത് ചെയ്യുന്നതിൽ കൂട്ടണ്ട, ഒരു ഡയറക്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമാണ്. ഇഫ് L and R denote, കാണുന്നുണ്ടെന്നായിരിക്കുന്നു, ഇഫ് L and R denote inductance and resistance respectively, which of the following has dimension of frequency? R by L, L by R, root R by root L, root L by root R. ഇതൊക്കെയാണ് ചോയ്സ്. എല്ലും ആറും ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും ആണെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത്തരം ചോദ്യങ്ങളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അന്നേരം തന്നെ MLT എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ തുടങ്ങും. റെസിസ്റ്റൻസും ഒക്കെ വരുമ്പോൾ അതിന്റെ കൂടെ കറണ്ടിന്റെ ഡയമെൻഷൻ കൂടി ഇടും അല്ലെ, എന്നിട്ട് കഷ്ടപ്പെട്ട് ചെയ്യാൻ തോന്നും. പക്ഷേ ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. We know that XL is equal to omega. XL is equal to omega. XL means inductive reactance. L inductance, omega angular frequency. But XL is equal to 2 pi nu L. 2 pi nu L. ഇതിന്റെ ഡയമെൻഷൻ റെസിസ്റ്റൻസ് ഡയമെൻഷൻ. XL എന്ന് പറയുന്നത്
XL ഈക്വൽ ടു ഒമേഗ എൽ ഇക്വേഷൻ. അതിൽ XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഡയമെൻഷൻ റെസിസ്റ്റൻസ് ഡയമെൻഷൻ ആണ്. ഒമേഗ വരെ 2π കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഇത് റെസിസ്റ്റൻസ് ഡയമെൻഷൻ ആണ്. R/L എൽ പ്രമം R എന്ന് പറയുന്നത് XL-ന്റെ ഡയമെൻഷൻ. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഡയമെൻഷനും റെസിസ്റ്റൻസ് ഡയമെൻഷൻ ഒന്ന് തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് R/L ഈസ് ഈക്വൽ ടു 2π. 2π ഡയമെൻഷൻ ഡയമെൻഷൻ വൈസ് എഴുതുമ്പോൾ ഇങ്ങനെ പറയാം അല്ലെ, ഇങ്ങനെ എഴുതാം. അതായത് R/L ന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഡയമെൻഷൻ ആണ്. സോ ദ ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി ഈസ് ഡയമെൻഷൻ ഓഫ് R/L. ഓക്കെ ടീച്ചർ, എന്ത് സമയത്തിന്റെ പ്രശ്നം ഉണ്ടല്ലേ? അതെ സാർ, പോണോണ്ടേ. അതെ. 9:15 പറഞ്ഞോണ്ട് പിന്നെ ബാക്കി പ്രോബ്ലം പിന്നെ കൊടുക്കാം അല്ലെ? നമുക്ക് ഒരു എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ നോക്കാം. സാറോട് ചോദിക്കാം. സാറിന് കുറച്ച് പെൻഡിങ് ഉണ്ടല്ലോ. ഞാനത് തുടക്കത്തിൽ കുറച്ച് AC ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അഥവാ AC-യിലേക്ക് എത്തിയില്ലെങ്കിലും വിചാരിച്ചിട്ട്. അത് നന്നായി സാർ. ഇൻഡക്ഷൻ ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും മക്കളെ നന്നായിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകൾ യൂട്യൂബിലായാലും പിന്നെ കേൾക്കുന്ന ആൾക്കാരും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂടുതൽ പ്രോബ്ലംസ് കണ്ടെത്തുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക, നന്നായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.